വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ നാലാമത്തെ ചാപ്റ്ററിൻ്റെ ഒരു കുറച്ച് ഭാഗവും കൂടി. കാരണം 4 ചാപ്റ്ററാണ് നിങ്ങളുടെ എക്സാമിന് കേട്ടോ. അതിൻ്റെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ മൊത്തം നോട്ട് ഞാൻ നിങ്ങൾക്ക് തന്നില്ല, നോട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ നിങ്ങളെ. അപ്പം ഇതിൻ്റെ 1 വേർഡ് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഇതിൻ്റെ മോഡലൊക്കെ അറിയേണ്ടാവും. നിങ്ങൾ ഈ 4 വരെ പഠിച്ച ഒരു രീതിയുമല്ല 5ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ കേട്ടോ. 5ാം ക്ലാസ് മുതൽ ക്വസ്റ്റ്യനിലൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. നിങ്ങളിപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ പഠിച്ചുകൊണ്ട് പോകുന്നത് എന്താണ് ഫുഡ് വെബ് അല്ലെ ആഹാര ശൃംഖല എന്നാൽ എന്തെന്നൊക്കെ ഇങ്ങനെ പക്ഷേ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ചോദ്യം കേട്ടോ. ചോദ്യം ഒരുപാട് വ്യത്യാസം കാണും. ആക്ടിവിറ്റി 1, ആക്ടിവിറ്റി 2 എന്നിങ്ങനെ രീതിയിലായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. അതിൻ്റെയൊക്കെ ഏകദേശ രീതിയൊക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങളെ. നിങ്ങളിത് ശ്രദ്ധിച്ച് കേട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഓരോ മാർക്കിനും അതിനകത്തു നിന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞു ഇപ്പം അങ്ങനെ ചോദിക്കത്തില്ലപ്പോൾ അങ്ങനെ ആക്ടിവിറ്റി ആയിട്ട് 1, 2, 3 ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 4 എണ്ണമായിട്ടൊക്കെ ആയിരിക്കും തരുന്നത്. ഞാൻ അതിൻ്റെ മോഡലൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കണേ. നമുക്ക് ഓണത്തിന് 4 ചാപ്റ്ററാണ്. അതിലൊരു 3.5 ചാപ്റ്ററിൻ്റെ ഒരുവിധോടെ 1 വേർഡൊക്കെ ഞാൻ എഴുതി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ ഈ 3.5 ചാപ്റ്ററിൻ്റെ ലിങ്ക് ഇട്ടത് കിട്ടാത്തവർക്ക് ഞാൻ അത് ഒന്ന് ഓടിച്ചിട്ടൊന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാത്രം നോക്കുന്നവർക്കും ഞാൻ ഫുൾ മാർക്ക് കിട്ടുമെന്ന് ഞാൻ പറയത്തില്ല, കാരണം എനിക്കറിയില്ല ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ നിങ്ങൾ. അതുകൊണ്ട് ഞാൻ ആർക്കും ഉറപ്പ് തരുന്നില്ല. ഞാൻ പഠിപ്പിച്ചാൽ അല്ലെ ഞാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അത് നിങ്ങളെ എഴുതുന്നതിനനുസരിച്ചിരിക്കും കേട്ടോ. എന്തായാലും ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. എന്തായാലും അതിൽ നിന്ന് കുറച്ചെങ്കിലും ചോദിക്കും. നോക്കോ നിങ്ങളെ. നമുക്ക് 1 വേർഡ് മാത്രമായിട്ട് ഞാൻ കുറേ എഴുതി വെച്ചിട്ടുണ്ട്, 1 മാർക്ക് എന്ന്. അപ്പോൾ പരീക്ഷയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ 1 മാർക്ക് എന്നും പറഞ്ഞ് നിങ്ങൾക്ക് എന്താണെന്നല്ല ചോദിക്കുന്നത്. അപ്പോൾ ഇതേലും ഞാനത് പറഞ്ഞുതരാം. ആദ്യമേ നമുക്ക് നോക്കാം. ലിവിങ് ബീങ്സ് ഡിപ്പെൻഡ് ഓൺ one another for food. This interrelationship among them is the dash എന്ന് ചോദിച്ചാൽ ഫുഡ് വെബാണ്. അതായത് ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധത്തെ നമ്മൾ എന്ത് പറയുന്നു? ആഹാര ശൃംഖല എന്ന് പറയുന്നു. അപ്പോൾ ആഹാര ശൃംഖല എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ എന്താ, അതിൻ്റെ മോഡൽ ഞാൻ പറയും. ഇപ്പം നിങ്ങൾ എന്തായാലും പഠിച്ചേ ഒക്കത്തുള്ളൂ. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു ആണല്ലോ. നമ്മൾ 1ാമത്തെ ചാപ്റ്റർ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതാണ്. ചെറിയ ജീവി അതിനേക്കാൾ വലിയ ജീവിയെ തിന്നുന്നു, അതിൽ വലുത് അതിനെക്കാട്ടി വലുതിനെ തിന്നുന്നു. ഇങ്ങനെ അതൊരു ആഹാര ശൃംഖല, ഫുഡ് ചെയിനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക അല്ലേ. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധത്തെ ആഹാര ശൃംഖല അല്ലെങ്കിൽ ഫുഡ് വെബ്, ഇംഗ്ലീഷ് മലയാളം ഉണ്ട് കേട്ടോ. ഡാഷ് ആർ സ്മാൾ പ്ലാന്റ്സ് ദാറ്റ് ഫ്ലോ ഫ്രീലി ഇൻ വാട്ടർ ബോഡീസ്. വാട്ട് ഈസ് എന്താ പ്ലാങ്ക്ടൺ എന്നാൽ എന്താ, അല്ലെ പ്ലവകങ്ങൾ എന്നാൽ എന്താ നിങ്ങളെ? ഇത് സ്മാൾ പ്ലാന്റ്സ് ആണ്. ദാറ്റ് ഫ്ലോ ഫ്രീലി ഇൻ വാട്ടർ, ജലാശയത്തിൽ സ്വതന്ത്രമായിട്ട് ഒഴുകി, നമ്മൾ ഈ പായലെന്നൊക്കെ പറയത്തില്ലേ ഒഴുകിപ്പോന്ന്, അത് ഉദ്ദേശിച്ചാൽ ജലാശയത്തിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളെയാണ് പ്ലവകങ്ങൾ അല്ലെങ്കിൽ പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് പഠിച്ചല്ലോ, 2 എണ്ണം പഠിച്ചല്ലോ. ഞാൻ ഈ പറയുന്നതിനനുസരിച്ച് തന്നെ നിങ്ങളും അങ്ങ് പഠിച്ചു പോവുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇനി അതിന് സമയം കളയണ്ട. അപ്പോൾ 1ാമത് ആഹാര ശൃംഖല, 2 പ്ലവകങ്ങൾ അതായത് പ്ലാങ്ക്ടൺ. അടുത്ത ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു വലിയ മത്സ്യമാണ് ഡാഷ്. ഏതാ? ആഫ്രിക്കൻ മുഷി അല്ലേ. അതൊക്കെ നമുക്ക് കേട്ടാൽ തന്നെ, പക്ഷെ എഴുതാൻ അറിയണേ നിങ്ങളെ. നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, ആഫ്രിക്കൻ എന്നൊക്കെ എഴുതാൻ അറിയണം. അതൊരു മെയിൻ പോരാ. നമ്മൾ പറയും എൻ്റെ കുഞ്ഞിന് അതെല്ലാം അറിയാമെന്ന് പറയും, പക്ഷേ എഴുതുന്ന നോക്കണേ. നിങ്ങൾ രക്ഷകർത്താക്കൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഒന്ന് എഴുതാൻ പറയണേ, അപ്പോഴായിരിക്കും കേട്ടോ ഈ എഴുതി വെക്കുന്നതൊക്കെ. ഫ്രീ ഒന്നും ഇല്ല, ആഫ്രിക്കൻ മുഷി കേട്ടോ. ആഫ്രിക്കൻ മുഷിയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ഡാഷ് ഈസ് എ ഫിഷ് ഫൗണ്ട് ഇൻ ദ അമേരിക്കൻ കോണ്ടിനെന്റ്. ആഫ്രിക്കൻ കാറ്റ് ഫിഷ്. ആഹാര ശൃംഖല ജാലത്തിലെ ഒരു ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത്. 1 മാർക്കിന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല. എ സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പ് ഫ്രം ദ ഫുഡ് വെബ് ഈസ് ദി ഡാഷ്. ഫുഡ് ചെയിൻ ഞാൻ പറഞ്ഞല്ലോ. ഫുഡ് ചെയിൻ എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ, അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്നത് ഏതാ? ആദ്യമേ ഫിഷ്, ഫ്രോഗ്, കുറേ ജീവികളുടെ പേര് തന്നിട്ട് നിങ്ങൾ അതിൻ്റെ എന്ത് ചെയ്യുക, ആഹാര ശൃംഖല അതിൻ്റെ ക്രമത്തിൽ നിങ്ങൾ എഴുതാൻ ചോദിക്കും കേട്ടോ. അത് നിങ്ങൾ എഴുതണേ കുഞ്ഞുങ്ങളെ. അതിൻ്റെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഏറ്റവും ചെറിയ ജീവി അതിനേക്കാൾ വലിയ ജീവിയെ തിന്നു, അതിനേക്കാൾ വലുത്. ആ ഒരു ഓർഡർ നിങ്ങൾ നല്ലപോലെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യനും വൃത്തിയായിട്ട് എഴുതിയെടുത്ത് തന്നെ പഠിക്കണേ. അർത്ഥം ഇംഗ്ലീഷ് എഴുതിയെടുത്താലും അതിൻ്റെ മലയാളം അർത്ഥം ഉണ്ടാവും. ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിടുകയോ, അപ്പം നിങ്ങൾക്ക് പഠിക്കാനും എഴുതാനും എളുപ്പമാണ്. അപ്പോൾ ആ പേപ്പറൊക്കെയാണ് നിങ്ങളെ. അടുത്ത് നോക്കിക്കേ, ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് എന്ത്?
ഹരിതകം, അത് നമ്മൾ നേരത്തെ എഴുതിയില്ല, അല്ലെങ്കിൽ പച്ച നിറം നൽകുന്നത് ഹരിതകമാണ് അല്ലേ. ഇനി കളറും പിഗ്മെൻറ്റും ഇത് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. ഈ റെഡ് കളർ കൊടുക്കുന്നത് അത് ഉറപ്പാകും കുഞ്ഞുങ്ങളെ. ആ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളോട് ചോദിക്കും. ഏത് കളറ് അതിൻ്റെ വർണ്ണകം, അതായത് കളറും പിഗ്മെൻറ്റും കേട്ടോ. ചുവപ്പ് അല്ലെങ്കിൽ റെഡ് ആന്തോസയാനിൻ, പേര് പറയാൻ അറിയണേ, ആന്തോസയാനിൻ. മലയാളംകാരും ഇംഗ്ലീഷുകാരും കേട്ടോണേ. ഓറഞ്ച് എന്ന് പറയുന്നത് കാരോട്ടിൻ കേട്ടോ. മഞ്ഞ യെല്ലോ കൊടുത്തത് സാന്തോഫിൽ. ഓക്കെ ആണോ നിങ്ങളെ? സാന്തോഫിൽ കേട്ടോ, ഫിന്നല്ല ഫിൽ. ഓക്കെ ആണോ? അടുത്ത കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് കേട്ടോ. അതൊക്കെ നമുക്ക് അറിയാം, എന്നാലും ഞാൻ എഴുതാൻ അറിയണ്ടേ കുഞ്ഞല്ലേ, മൈക്രോസ്കോപ്പ് എന്നൊക്കെ എഴുതാൻ അറിയണേ. ഇനി ഓരോ പ്ലാന്റ്സും അതിൻ്റെ കാറ്റഗറിയും ഉണ്ട്. ഇപ്പം വാണ്ട എന്ന് പറഞ്ഞാൽ, വാണ്ട എന്ന് വെച്ചാൽ മരവാഴയാണ് കേട്ടോ, വെണ്ടയല്ലേ കേട്ടോ. വെണ്ട വേറെ വാണ്ട വേറെ. വാണ്ട നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. വാണ്ട മീൻസ് മരവാഴയാണ്, അതായത് എപ്പിഫൈറ്റ് ആണ്. അത് ഏത് കാറ്റഗറിയാണ്? ഓർത്തോണേ, വാണ്ട മരവാഴ ഒരു എപ്പിഫൈറ്റ് ആണ്. ഇത് ചിലപ്പം മാച്ച് ദ ഫോളോയിങ്ങോ ഒക്കെ ഏത് രീതി വേണമെങ്കിലും ചോദിക്കാം. മാച്ച് ദ ഫോളോയിങ്ങോ അല്ലെ ഫില്ലപ്പോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എഴുതാൻ അറിയണം കേട്ടോ. മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും കൂടുതലും. മരവാഴ അല്ലെങ്കിൽ വാണ്ട എന്ന് പറയുന്നത് എപ്പിഫൈറ്റ് ആണ്. ലൊറാന്തസ് എന്ന് വെച്ചാൽ ഇത്തിൽക്കണ്ണിയാണ് കേട്ടോ. ഇതിൻ്റെ ഇംഗ്ലീഷും മലയാളം അറിയണേ കുഞ്ഞുങ്ങളെ. വാണ്ട, മരവാഴ, ലൊറാന്തസ്, ഇത്തിൽക്കണ്ണി എന്ന് വെച്ചാൽ ഒരു സെമി പാരസൈറ്റ് എന്ന് വെച്ചാൽ അർദ്ധപരാതമാണ്. സെമി പാരസൈറ്റ്, അർദ്ധപരാതങ്ങൾ. കസ്ക്യൂട്ട എന്ന് വെച്ചാൽ മൂടില്ലാത്ത അളി. കസ്ക്യൂട്ട ഒരു ടോട്ടൽ പാരസൈറ്റ് ആണ്. ഇത് തിരിഞ്ഞു പോകല്ലേ. എപ്പിഫൈറ്റ് എന്ന് വെച്ചാൽ വാണ്ട, ലൊറാന്തസ് എന്ന് വെച്ചാൽ സെമി പാരസൈറ്റ്, കസ്ക്യൂട്ട എന്ന് വെച്ചാൽ ടോട്ടൽ പാരസൈറ്റിന് ഒരു എക്സാമ്പിൾ ചോദിച്ചാലേ കസ്ക്യൂട്ടയാണ്. പാരാസൈറ്റിന് ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ അത് കസ്ക്യൂട്ടയാണ് കേട്ടോ. അത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എത്ര പഠിച്ചാലും മതി വരാത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പഠിച്ച ഈ കളറും, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നിനും കളർ കൊടുക്കുന്നത് കേട്ടോ. അത് രണ്ടും മറക്കല്ലേ. ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. റെഡ് കളർ കൊടുക്കുന്നത് ആന്തോസയാനാണ്, ഓറഞ്ച് കളർ കൊടുക്കുന്നത് കാരോട്ടിനാണ്, യെല്ലോ കളർ കൊടുക്കുന്നത് സാന്തോഫിലാണ്. ഓക്കെ ആണോ നിങ്ങളെ? അതുപോലെ തന്നെ എപ്പിഫൈറ്റും സെമി പാരസ്, ഇതൊക്കെ എന്താണെന്ന് നമ്മുടെ കഴിഞ്ഞ ലിങ്കിലൊക്കെ ഉള്ളതാണ്. അത് നിങ്ങൾ എഴുതിയെടുക്കാത്തവരാണെങ്കിൽ ഞാൻ വേണ്ടി അവസാനം പറയുന്നുണ്ടോ നിങ്ങളെ. അടുത്ത എന്താണ് ഹാബിറ്റാറ്റ്? ഹാബിറ്റാറ്റ് ഈസ് ദ എൻവയോൺമെന്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ ദി കോമ്പോണൻസ് നെസസറി ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് വേരിയസ് ഓർഗാനിസം കേട്ടോ. ആവാസ വ്യവസ്ഥ എന്നാൽ എന്തെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതൊന്ന് പഠിക്കണേ കേട്ടോ. വാട്ട് കോമ്പോണൻസ് ഡസ് ദ ഫിഷ് നീഡ് ടു സർവൈവ്? എന്തെല്ലാം ഒരു ഫിഷിന് സർവൈവ് ചെയ്യാനേ, അതിജീവിക്കാൻ എന്തെല്ലാം വേണം ജീവിക്കാൻ വെള്ളത്തിനകത്തിൽ? എന്തൊക്കെ വേണം കുഞ്ഞുങ്ങളെ? വെള്ളത്തിനകത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വെള്ളം തന്നെ വേണം അല്ലേ. വെള്ളം, സൺലൈറ്റ്, അക്വാറ്റിക് പ്ലാന്റ്സ്, എയർ ഇൻ ദ വാട്ടർ, ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്നാലും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് എഴുതിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഇതിനകത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് രണ്ടെണ്ണം കേട്ടോ. ഇതും ഈ കളർ കൊടുക്കുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അതിനാണ് ഞാൻ ഇങ്ങനെ തരുന്നത്. നിങ്ങൾ സ്ക്രീൻഷോട്ട് മിക്കവാറും ഉള്ളവർ ഞാൻ പറയും സ്ക്രീൻഷോട്ട് എടുത്തിട്ടും എന്തുമായാലും വേണ്ടിയില്ല എഴുതിയെടുത്തോളാം. നമ്മുടെ എക്സാമിന് നമുക്ക് ഫുൾ മാർക്ക് മേടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ. അടുത്ത് നോക്കിക്കേ, വാട്ട് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ അല്ലേ. ഏറ്റവും നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായിട്ട്, മലയാളം മീഡിയക്കാർക്ക് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഏത് വാതകവും കുഞ്ഞുങ്ങളെ? ഏത് ഗ്യാസാണ്? വാതകം ഏത് ഗ്യാസാണ്? നൈട്രോജൻ ആണ് അല്ലേ. വാട്ട് ഈസ് ദ സെക്കൻഡ്? അതിൻ്റെ രണ്ടാം സ്ഥാനത്ത് ഇരിക്കുന്നത് ഓക്സിജൻ ആണ്. സെക്കൻഡ് മോസ്റ്റ് രണ്ടാം സ്ഥാനം നമ്മുടെ അന്തരീക്ഷത്തിൽ, ഒന്നാം സ്ഥാനം നിൽക്കുന്നത്, അതായത് ഏറ്റവും കൂടുതൽ നൈട്രോജനും രണ്ടാം സ്ഥാനം ഓക്സിജനുമാണ്. വിച്ച് ഗ്യാസ് യൂസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിന് ഇതിനകത്തിൽ ഏതാ എടുക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസാണ്. കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ. കാശിരംഗ നാഷണൽ, ഇതെല്ലാം വൺ വേർഡ് മാത്രം എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. കാശിരംഗ ടൈഗർ റിസർവ് എവിടാണ്? ഫില്ലപ്പാണ്. ഇതെല്ലാം ഒരു മാർഗോ തിരിച്ചും മറിച്ചും എങ്ങനെയും ചോദിക്കാം. ആസാമാണ് കാശിരംഗ നാഷണൽ അല്ലെ ടൈഗർ റിസർവ് അല്ലെ നാഷണൽ പാർക്ക്. സുന്ദർബൻസ് ടൈഗർ റിസർവ് വെസ്റ്റ് ബംഗാളിലുമാണ്. തിരിഞ്ഞു പോകല്ലേ, ഫില്ലപ്പ് ചോദിക്കും. സുന്ദരൻ വെസ്റ്റിലാണ് കേട്ടോ. സുന്ദരൻ കാശി ആസാം, സുന്ദര. ക്ലൂ ഒക്കെ വെച്ച് അങ്ങ് പഠിച്ചോ, എങ്ങനെയായാലും വേണ്ടിയില്ല. അടുത്ത നമുക്ക് ചാപ്റ്റർ ബേസ് ചെയ്തൊന്നും അല്ല ഞാൻ ഇനി അങ്ങോട്ട് എഴുതിയേക്കുന്നത്. വൺ വേർഡ് എന്നും പറഞ്ഞ് അങ്ങ് എഴുതിയേക്കുക. പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും നമ്മൾ കുറേ പഠിച്ചതാണ് അല്ലേ. പകരുന്ന രോഗങ്ങളാണ് ഡെങ്കിപ്പനി, കോവിഡ്, കോളറ, HIV, വൈറൽ ഫീവർ, ഇതെല്ലാം പകരുന്നതാണ്. പകരാത്തതാണ് ക്യാൻസർ, ഡയബറ്റീസ്, ഹാർട്ട് അറ്റാക്ക്, സ്റ്റൊമക്ക് പെയിൻ. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ലിങ്കിലൊക്കെ ഇട്ട് പഠിച്ചതല്ലേ കുഞ്ഞുങ്ങളെ. ഇതൊക്കെ ഓക്കെ ആണല്ലോ.
കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാനിത് സ്പീഡിൽ, പിന്നെ നമുക്ക് ആ നേരത്തെ നോട്ടുകൂടെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുകൊണ്ടാണ് ഒരു ഇച്ചിരി സ്പീഡിൽ പോകുന്നത്. ഇത് കാണുന്നുണ്ടല്ലോ, ഇതുപോലെ തന്നെ എഴുതിയെടുക്കണം കേട്ടോ. ഇത് അമ്മമാരങ്ങ് ഒരു നല്ലൊരു നോട്ട് ബുക്ക് എടുത്തിട്ട് വൃത്തിയായിട്ട് കുഞ്ഞുങ്ങളെ, ഇത് നമ്മൾ പറയുമ്പം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ കൈയക്ഷരം പകുതിയും അവരെ കൊണ്ട് നേരെ ആയി വരുന്നതേ ഉള്ളൂ, കൈ എഴുതാൻ അങ്ങോട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ ഉണ്ടല്ലോ, നിങ്ങൾ ഈ രക്ഷകർത്താക്കൾ, ഞാൻ മറ്റൊന്നും കൊണ്ട് പറയുമല്ല, ഒരു ബുക്ക് എടുത്തിട്ടേ അത് വലുതായിട്ട് ആ നോട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ട് ഈ കുഞ്ഞുങ്ങളുടെ അടുത്ത് അത് എടുത്ത് പഠിക്കാൻ പറഞ്ഞാൽ അവർക്കുണ്ടല്ലോ അത് പെട്ടെന്ന് എടുത്ത് വായിച്ച്, കാരണം അവർക്ക് വലിയ അക്ഷരങ്ങളും വലുതായിട്ട് എഴുതി കൊടുക്കണേ അമ്മമാർ, വലിയ അക്ഷരമായതുകൊണ്ട് അവർക്കത് നോക്കി പഠിക്കാൻ എളുപ്പമാണ്. പിന്നെ നമ്മളും കൂടി പരിശ്രമിച്ചെങ്കിലേ നമ്മുടെ മക്കൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഞാനൊക്കെ എങ്ങനെയായിരുന്നു, നല്ലപോലെ നമ്മളും കൂടെ കഷ്ടപ്പെട്ടെങ്കിലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാർക്ക് കിട്ടട്ടോ. അല്ലെങ്കിൽ നമ്മൾ ട്യൂഷന് വിട്ടെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ സ്കൂളിൽ വിട്ടെന്ന് വിചാരിച്ചോ കുഞ്ഞുങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടണമെന്നില്ല. നമ്മൾ വീട്ടുകാരും കൂടി ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ, അതിപ്പോൾ അച്ഛനോ അമ്മയോ ആരോ ആയിക്കോട്ടെ, അവർ കൂടി ശ്രമിക്കണം കേട്ടോ, എങ്കിലേ കുട്ടികൾക്ക് നല്ല മാർക്ക്. ഇല്ലാത്ത കുട്ടികളും ഉണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എന്നാലും എനിക്ക് തോന്നുന്നു കൂടുതലും, കാരണം അവർ കൂടി പഠിപ്പിക്കുന്ന കുട്ടികളെ നമുക്കറിയാം, പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം, അവരെന്തെങ്കിലും ചോദിക്കുമ്പോൾ തന്നെ അതിൻ്റെ മറുപടി പറയുന്നതൊക്കെ നമുക്കറിയാം കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് പറഞ്ഞതാട്ടോ, രക്ഷകർത്താക്കളുടെ അടുത്ത് പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു ബുക്കിൽ വലുതായിട്ടോ അല്ലെങ്കിൽ പേപ്പർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, കുറച്ച് പേപ്പർ വെള്ള പേപ്പർ, ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ലാത്ത എങ്ങും ഇല്ല. അപ്പോൾ കുറേ പേപ്പർ എടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസറുകൾ എന്ത് ചെയ്യുക, ഈ മൊബൈൽ അങ്ങ് ഒഴിവാകുക. അപ്പോൾ പിള്ളേർക്ക് മൊബൈലിൻ്റെ കുറേ പോകേണ്ട കാര്യമില്ല, നോട്ട് വൃത്തിയായിട്ട് അങ്ങ് എഴുതിയെടുക്കുക. അപ്പം അവർ സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങൾ വീട്ടിലിരിക്കുന്ന രക്ഷകർത്താക്കളെങ്കിലും ഒരു അരമണിക്കൂറൊക്കെ എടുത്ത് എന്ത് ചെയ്യുക, ഈ നോട്ട് അങ്ങ് എഴുതിയെടുക്കുക. അപ്പം അവർക്ക് വൈകിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്കും അത് പഠിപ്പിക്കാനൊരിതാണ്, അവർക്കും അത് കാണുമ്പോൾ പഠിക്കാനൊരു എളുപ്പം. ഇച്ചിരി വലുതായിട്ട് എഴുതി കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പം പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും ഒക്കെ നമ്മൾ കുറേ പഠിച്ചതാണ്. ഓക്കെ ആണല്ലോ നിങ്ങളെ. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു 3 ഷീറ്റ് പേപ്പറോളം പഠിച്ചു കഴിഞ്ഞു. അടുത്തത് ഓക്കെ, സിറ്റുവേഷൻ ചേഞ്ചും ഇതൊക്കെ. അതായത് വെൻ ഐസ് ഈസ് ഹീറ്റ്, ഇതൊരു മാർക്കിൻ്റെ ചോദ്യമാണ്. വെൻ ഐസ് ഈസ് ഹീറ്റ്, ഐസ് ചൂടാക്കുമ്പോൾ എന്താണ്? വെൻ വാട്ടർ ഇൻ ദ വെസൽ ബോയിൽ, വെള്ളം തിളയ്ക്കുമ്പോൾ. വെൻ ലുക്കിംഗ് അറ്റ് ഇത് ഓരോ ആക്ടിവിറ്റി ആയിട്ടൊക്കെ ചോദിക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇതിപ്പോൾ ആക്ടിവിറ്റി 1 എന്നും പറഞ്ഞു ഇനി ഇത് നിങ്ങൾ കാണുമ്പോൾ ഓർത്തോണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ആക്ടിവിറ്റി 1 എന്ന് തരിക, എന്നിട്ട് ഇതിൻ്റെ സിറ്റുവേഷൻ തരിക, ചേഞ്ച് തരിക. എന്താ നിങ്ങളെ സിറ്റുവേഷനും അതിൻ്റെ ചേഞ്ചും. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ കാണുന്നത്. അത് പറയും, ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ലെന്നങ്ങ് പറയരുത്. വെൻ ഐസ് ഈസ് ഹീറ്റ്, ഐസിനെ ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന്. അതുപോലെ വാട്ടർ ഇൻ ദി വെസൽ ബോയിൽ, വെള്ളം അടുപ്പിൽ വെച്ച് ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു. വെൻ ലുക്കിംഗ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ലിഡ് ഓഫ് ദ വെസൽസ്, പാത്രത്തിൽ നമ്മൾ അടുപ്പിൽ വെള്ളം ചൂടാക്കിയിട്ട് വെള്ളത്തിൻ്റെ നമ്മൾ അടച്ചു വെക്കുക. അടച്ചു വെച്ചതിന് ശേഷം മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെയായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. ഇപ്പം മനസ്സിലായോ? ചോദ്യങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നാ. അപ്പം നോക്കിക്കേ, ഐസ് മെൽറ്റ്, ഐസ് ചൂടാക്കുമ്പോൾ എന്താകുന്നു എന്ന് അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐസ് മെൽറ്റ് ഇൻ ടു വാട്ടർ അല്ലേ. ഐസ് അടപ്പേ വെച്ച് ചൂടാക്കിയാൽ അത് വെള്ളമായിട്ട് മാറും. വാട്ടർ ചേഞ്ചസ് ഇൻ ദ വെസൽ അല്ലേ. വാട്ടർ മാറി എന്തായിട്ട് മാറുന്നു? വെള്ളം ചൂടാക്കുമ്പോൾ അത് വാട്ടർ വേപ്പർ, നീരാവിയായിട്ടല്ലേ പോകുന്നത്, വാട്ടർ വേപ്പർ അല്ലേ. വാട്ടർ വേപ്പർ ചേഞ്ച് ഇൻ ടു, വാട്ടർ വേപ്പർ എന്താകുന്നു? ചേഞ്ച് ഇൻറ്റു നീരാവി വീണ്ടും എന്താവുന്നു? വെള്ളമായിട്ട് മാറുന്നു. 4ാമത്തെ ചോദ്യം, വാട്ട് ഈസ് യുവർ ഇൻഫറൻസ് അബൌട്ട് ദ സ്റ്റേറ്റ് ഓഫ് വാട്ടർ. ഞാൻ ഈ ഇംഗ്ലീഷിലാണ് പറയുന്നെങ്കിലും മലയാളത്തിൽ ഇംഗ്ലീഷ് എഴുതിയെങ്കിലും മലയാളത്തിൽ പറയുന്നുണ്ടോ നിങ്ങളെ, അത് കേട്ടിരുന്നോണേ. അതായത് എൻ്റെ ഇത്രയേ ഉള്ളൂ നിങ്ങളെ. ഐസ് ചൂടാക്കുമ്പോൾ എന്താകുന്നു? വെള്ളമായിട്ട് മാറുന്നു. ഈ വെള്ളത്തിനെ നമ്മൾ അടച്ചു വെക്കുകയാണെങ്കിൽ അവിടെ ആവി വെള്ളം രൂപം കൊള്ളത്തില്ലേ. ആവി വെള്ളം നമ്മൾ പറയത്തില്ല, ആവി നമ്മൾ അതിൻ്റെ നീരാവി ആ അടപ്പിൽ വന്ന് തട്ടി നമ്മൾ ആ അടപ്പ് മാറ്റാൻ നോക്കുമ്പോൾ നമ്മുടെ കൈ പൊള്ളുന്നതൊക്കെ കണ്ടിട്ടില്ലേ, നല്ല ചൂടായിരിക്കും അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ്. അപ്പം നിങ്ങളുടെ വാട്ട് ഈസ് യുവർ ഇൻഫറൻസ് അബൌട്ട് ദ സ്റ്റേറ്റ് ഓഫ് വാട്ടർ എന്തെല്ലാമാണ്? ഈ വാട്ടർ ഹാസ് 3 സ്റ്റേറ്റ്സ് അല്ലേ. വെള്ളം 3 ഘട്ടമായിട്ട്, ഇത് വെള്ളം 3 സ്റ്റേജിലുണ്ട്. ഏതൊക്കെ? ഐസ് ഉണ്ട്, വാട്ടർ ആൻഡ് വാട്ടർ വേപ്പർ. ഐസായിട്ടും ഉണ്ട്, വെള്ളമായിട്ടും ഉണ്ട്, അതുപോലെ നീരാവിയായിട്ട് വാട്ടർ വേപ്പറും ഉണ്ട് അല്ലേ. ഹൗ ഡു ദ വെറ്റ് ക്ലോത്ത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡു ഇതൊക്കെ ഈ ആക്ടിവിറ്റി 1 ചോദ്യമാണ്. കാണുന്നുണ്ടോ നിങ്ങളെ? ആക്ടിവിറ്റി 1 എന്നിട്ടിട്ട് നിങ്ങളോട് ഇങ്ങനെ ചോദിച്ചിട്ട് ഇതിൻ്റെയൊക്കെ ആൻസർ എഴുതാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത, ഹൗ ഡു വി വെറ്റ് ക്ലോത്ത് ഗെറ്റ് ഡ്രൈഡ് അപ്പ്, നെയിം ദ പ്രോസസ്സ്. നമ്മൾ ഈ നനഞ്ഞ വസ്ത്രം ഉണ്ടല്ലോ
അത് അയയിലിടുമ്പോഴേ ഉണങ്ങുന്നതിനെക്കുറിച്ച് എങ്ങനെയായിരിക്കും അത് ഉണങ്ങുന്നത്? നമ്മൾ അയ നനഞ്ഞ തുണി വിരിക്കത്തില്ലേ, അതെങ്ങനെയാണ് ഉണങ്ങുന്നത്, ഉണങ്ങി കിട്ടുന്നത്? വാട്ടർ ഇൻ ദ വെറ്റ് ക്ലോത്ത് ചേഞ്ചസ് ഇൻ ടു വാട്ടർ വേപ്പർ ആൻഡ് സ്പ്രെഡ് ഇൻ ദ എയർ. ദീസ് പ്രോസസ് ഈസ് കാൾഡ് ഇവാപ്പറേഷൻ. ഇങ്ങനെ നിങ്ങളെ, അതായത് നനഞ്ഞ വസ്ത്രത്തിലെ വെള്ളം നീരാവിയായിട്ട് അങ്ങ് മാറുകയും വായുവിൽ അതങ്ങ് വ്യാപിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയെ ബാഷ്പീകരണം എന്ന് പറയുന്നു. എഴുതിയെടുക്കണേ നിങ്ങൾ കേട്ടോ, എഴുതണേ. ഓക്കെ, അടുത്ത കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇൻ ബേർഡ്സ്. പക്ഷികളിൽ നിന്നും പകരുന്ന 2 രോഗങ്ങളുടെ പേരെഴുതാൻ. ഉറപ്പാണ്. ഏതാണ്? ഏവിയൻ ഫ്ലൂ, AVIN കേട്ടോ. ആ VNO AVNO എന്ത് വേണമെങ്കിലും പിടിച്ചോ, സ്പെല്ലിങ് കറക്റ്റ് ആയിരിക്കണം. ഏവിയൻ ഫ്ലൂ പക്ഷിപ്പനിയുണ്ട്. സാൽമോണല്ല എന്ന് പറയുന്നത്, സാൽമോണല്ല അത് ഉറപ്പായിട്ടും പക്ഷിപ്പനിയുടെ, അതും ഫില്ലപ്പോ മാച്ച് ദ ഫോളോയിങ്ങോ ഒക്കെ ആയിരിക്കും. മാച്ച് ദ ഫോളോയിങ് ഒക്കെ കേട്ടോ. സാൽമോണല്ല എന്ന് വെച്ചാൽ ഒരു പക്ഷിപ്പനിയാണ്. ഇനി ഇത് ചിലപ്പോൾ ഈ പക്ഷികൾ പരത്തുന്ന പനിയും മൃഗങ്ങൾ പരത്തുന്ന പനിയും കൂടെ എന്താ ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ്. ഏത് വേണമെങ്കിലും ചോദിക്കാൻ ഞാനിങ്ങനെ പറയുന്നെങ്കിലും. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇൻ ആനിമൽസ്, ബേഡ്സ് പരത്തുന്ന 2 രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണേ നിങ്ങളെ കേട്ടോ. അടുത്ത മൃഗങ്ങൾ പരത്തുന്ന 2 രോഗങ്ങൾ ഏതാ? മാസ്റ്റിറ്റിസ് എന്നാട്ടോ. മാസ്റ്റിറ്റിസ് സ്പെല്ലിംഗ് അറിയണേ കേട്ടോ. അകിട് വീക്കം, ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, കുളമ്പ് രോഗം എന്നൊക്കെ പശുവിന് പറയും. പശുവിന് കുളമ്പ് രോഗം എന്ന് പറയില്ലേ, ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ്. അതുപോലെ തന്നെ മാസ്റ്റിറ്റിസ് കേട്ടോ, അകിട് വീക്കം. ഇനി രോഗങ്ങളും അവരുടെ വാക്സിനും അത് ഞാൻ കുറേ അതല്ലെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റിനകത്തിൽ ആ വാക്സിൻ എന്നുള്ള ബോക്സിൽ കണ്ടോ നിങ്ങളെ ഓരോ വാക്സിനും. ഇനി ഞാൻ സെപ്പറേറ്റ് തരണ്ടല്ലോ അല്ലേ, കാരണം നിങ്ങളുടെ ടെസ്റ്റിൽ ഓൾറെഡി വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഇങ്ങനെ മാച്ച് ഫോളോ എന്ന് ചോദിക്കും. എപ്പിഫൈറ്റ്, സ്റ്റൊമാറ്റ, ലൊറാന്തസ്, കസ്ക്യൂട്ട, സാന്തോഫില്, ഇതൊക്കെ അല്ലേ. ഇനി അതിൻ്റെ നേരെ വേറെ മാച്ച് ദ ഫോളോയിങ് അല്ലേ, നേരെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും തരുന്നത് അല്ലേ. യെല്ലോ പിഗ്മെൻറ്റ്, സെമി പാരാസൈറ്റ്, എയർ ചേഞ്ചസ് റീജിയൻസ്, ഓർക്കിഡ്, ടോട്ടൽ പാരാസൈറ്റ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തരും. അപ്പോൾ ഇതിനകത്ത് വായിച്ചു നോക്കുക. എപ്പിഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. എപ്പിഫൈറ്റ് എന്താണ്? മരവാഴ എന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചില്ല. എപ്പിഫൈറ്റ് ഓർക്കിഡ് അതിനകത്ത് വരുന്നത് കേട്ടോ. ഓർക്കിഡ് എപ്പിഫൈറ്റിനൊരു എക്സാമ്പിളാണ് ഓർക്കിഡ്. കണ്ടായിരുന്നോ, ടെസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ, ടെസ്റ്റിനകത്തിലുണ്ട്. അപ്പോൾ അത് ഓക്കെ. സ്റ്റൊമാറ്റ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? എയർ എക്സ്ചേഞ്ച് റീജിയൻസ് ആണ്. പിന്നെ ലൊറാന്തസ് എന്ന് വെച്ചാൽ മുമ്പ് നമ്മൾ പറഞ്ഞു ഇത്തിൽക്കണ്ണി എന്താണ്? ഒരു പാരാസൈറ്റ് ആണെന്ന് നമ്മൾ പറയുന്നത്. വെറും പാരാസൈറ്റ് ആണോ? സെമി പാരാസൈറ്റ് ആണ് കേട്ടോ. മുമ്പ് നമ്മൾ പഠിച്ചതുകൊണ്ടുള്ള ഉപയോഗം ഉണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ചോദിക്കുമ്പോഴാണ് അറിയേണ്ടത്. ലൊറാന്തസ് സെമി പാരാസൈറ്റ് പ്ലാന്റ് ആണ്. അപ്പോൾ കസ്ക്യൂട്ടയോ മുമ്പ് നമ്മൾ പറഞ്ഞു, കസ്ക്യൂട്ട കണ്ടോ, ഇപ്പോൾ പിടികിട്ടിയോ? മുമ്പ് നമ്മൾ പഠിച്ചത് ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് കസ്ക്യൂട്ട എന്നൊക്കെ കേൾക്കുമ്പോൾ. കസ്ക്യൂട്ട എന്ന് വെച്ചാൽ മൂടില്ലാത്ത ആളി എന്താണ്? ഒരു ടോട്ടൽ പാരാസൈറ്റ് പ്ലാന്റ്സ് ആണ്. സാന്തോഫിൽ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, സാന്തോഫിൽ എന്ന് വെച്ചാൽ ഒരു യെല്ലോ പിഗ്മെന്റ് കേട്ടോ. ഇതിപ്പോൾ മനസ്സിലായോ നിങ്ങൾ? എങ്ങനെ ആയിരിക്കും മാച്ച് ദ ഫോളോയിങ് തരുന്നത്? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനല്ല തരുന്നത്, ഈ വരയില്ലേ, ഇത് 2 ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത് ക്വസ്റ്റ്യനിനകത്തിലല്ല ഇങ്ങനെ വരച്ച് വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ ABCD എന്ന് തരും ഇതിനപ്പം നിങ്ങൾ ഏതാണോ അതിന് താഴെ. ഇപ്പോൾ ഒന്നാമത്തെ എന്താണ്? ഇത് A അല്ലേ, എയ്ക്ക് നേരെ എങ്ങനെ എഴുതുന്നതാണ് കേട്ടോ. അപ്പോൾ A എന്ന് പറയുന്നതിൻ്റെ 1 2 3 4 അല്ലേ. Aയുടെ 4 Bയുടെ എത്ര? 3. മനസ്സിലായോ? ഇങ്ങനെ എഴുതിയാലും മതി. അതല്ല നിങ്ങൾ ആൻസർ നേരെ അങ്ങ് എന്താ എപ്പിഫൈറ്റ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ നേരെ എന്താ ഓർക്കിഡാണെന്ന് എങ്ങനെ വേണമെങ്കിലും എഴുതിയാൽ മതി കേട്ടോ. ഓർക്കിഡ് ഇങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. അപ്പം മനസ്സിലായോ? ഇപ്പോൾ പിടികിട്ടിയോ? ഞാൻ മുമ്പ് പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ അതാണ്. അതായത് കളറിൻ്റെ റെഡ്, ഓറഞ്ച്, പിന്നെ എന്താ മഞ്ഞ കളർ കൊടുക്കുന്നത് ആരാണെന്നും, അതുപോലെ തന്നെ കസ്ക്യൂട്ട, പിന്നെ ഏതായിരുന്നു ലൊറാന്തസ്, വാൻഡ, ഇതൊക്കെ എന്താണെന്നും ഒക്കെ ഇപ്പോൾ മനസ്സിലായോ നിങ്ങളെ ചോദിക്കുക എന്നുള്ളത് കേട്ടോ. അടുത്ത മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജലം അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്? നമ്മൾ പഠിച്ചതാണ്. എവിടെ? വിച്ച് പാർട്ട് ഓഫ് ദ ബോഡി കണ്ടെയ്ൻസ് മോർ വാട്ടർ? ബ്ലഡിലാണ്. ഓക്കെ, രക്തത്തിലാണ്. ദ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ് ഈസ് കാൾഡ്. നമ്മൾ സൊല്യൂട്ട്, സോൾവെന്റ്, സൊല്യൂഷൻ പഠിച്ച ഓർമ്മയുണ്ടോ? ദ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ് ഈസ് കാൾഡ്, അതായത് ലയിച്ചു ചേരുന്ന വസ്തുവിനെയാണ് നമ്മൾ സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം എന്ന് പറയുന്നത്. ദ സബ്സ്റ്റൻസ് ഇൻ വിച്ച് ഈസ് ഡിസോൾവ് ഈസ് കാൾഡ്, അത് ഏതിലാണോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇടുന്നത് എന്താണോ അത് സൊല്യൂട്ടും, അത് ഏതിലാണോ നമ്മൾ ഇട്ടത് അത് സോൾവെന്റ്. അതെല്ലാം ക്ലൂ വെച്ച് ഞാൻ പഠിപ്പിച്ച ഓർമ്മയുണ്ടോ നിങ്ങളെ? സോൾവെന്റ്. ഇനി ഇത് 2 കൂടെ കൂടി ചേരുന്നതിനെ സൊല്യൂഷൻ എന്നും. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് എന്താണെന്ന് പഠിക്കണേ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോന്നും മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ടാവും നിങ്ങളെ. അത് എന്താണെന്ന് പഠിച്ചിരിക്കണം കേട്ടോ. യൂണിവേഴ്സൽ സോൾവെന്റ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? വാട്ടർ ഈസ്. ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർ ഈസ് യൂണിവേഴ്സൽസ്. വെള്ളം ഒരു സാർവിക ലായകമാണ്. വാട്ടർ ഈസ് യൂണിവേഴ്സൽ സോൾവെന്റ്. സ്പ്രെഡിങ് ഓഫ് സ്മാൾ പാർട്ടിക്കിൾസ് ഓഫ് ലിക്വിഡ് ഫ്രം ഇറ്റ്സ് സർഫസ് ടു ദ സറൗണ്ടിങ് ഈസ് കാൾഡ് ഡാഷ്.
എന്താണ് വേപ്പറൈസേഷൻ അല്ലേ, ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും, അതായത് നമ്മൾ അടപ്പയിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അത് കുറേ നേരം കിടന്ന് തിളയ്ക്കുമ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് ഒരു അടപ്പ് വെക്കുക അല്ലേ, ആ അടപ്പിൽ വന്ന് ആ ചെറിയ ചെറിയ കണികൾ വന്ന് ഇരിക്കത്തില്ലേ, അതിന് പറയുന്ന പേരെന്താണ്? ബാഷ്പീകരണം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അങ്ങ് എളുപ്പം അല്ലേ. അതായത് ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും, ദ്രാവകം മീൻസ് വെള്ളമെന്ന് അങ്ങ് ഉദ്ദേശിച്ചാൽ മതി, ചെറു കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുകയാണ്. ഇതിനെ എന്താ നിങ്ങളെ ബാഷ്പീകരണം എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? എഴുതിയെടുക്കണേ എൻ്റെ പൊന്നു മക്കളെ, ഇതെല്ലാം എഴുതിയെടുക്കണേ, പരീക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇത് ഇത്രയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ കുറേ ആൾക്കാർ എനിക്കറിയാം എൻ്റെ ക്ലാസ് നല്ലതുപോലെ എല്ലാ ക്ലാസ്സുകളും കാണുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ടോ നിങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം എത്ര മണിക്കൂർ ഞാനിരുന്ന് എഴുതിയാണെന്നറിയാം. അത് മലയാളം മാത്രമല്ല, ഇനി ഇംഗ്ലീഷ് എഴുതണം, ഇംഗ്ലീഷ് മാത്രമല്ല മലയാളം വേണം, അങ്ങനെ രണ്ടുകൂടെ കമ്പയർ ചെയ്ത് സ്പീഡിൽ എഴുതുന്നത് കേട്ടോ. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അക്ഷരത്തെറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ, ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കില്ല, അടുത്ത ഞാൻ പറഞ്ഞില്ലേ ക്വസ്റ്റ്യൻ ആൻസറിൽ എപ്പോഴും ആക്ടിവിറ്റി 1, ആക്ടിവിറ്റി 2, ആക്ടിവിറ്റി 3 എന്നിങ്ങനെയാണ് നമുക്ക് ഇടുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ ആക്ടിവിറ്റി 2 ക്വസ്റ്റ്യൻ കണ്ടോ, ഇങ്ങനെ കാണുമ്പോൾ അയ്യോ ഇത് ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല, ഇങ്ങനെയുള്ള എങ്ങനെയാണോ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. കാരണം നിങ്ങൾ 4 വരെ പഠിച്ച രീതിയൊന്നും അല്ല ക്വസ്റ്റ്യൻ, തന്നെ ഇങ്ങനെ കണ്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഇങ്ങനെ വരുന്നത്, മലയാളം മീഡിയക്കാർക്ക് ഇങ്ങനെ ചോദിക്കുക. അതായത് ഓൾ ലിവിങ് ബീങ്സ് നീഡ് വാട്ടർ ഫോർ ലൈഫ് ഫങ്ഷൻസ്. എല്ലാ ജീവജാലങ്ങൾക്കും ജീവന്റെ പ്രവർത്തനത്തിന് എന്ത് വേണം? വാട്ടർ വേണം, വെള്ളം വേണം അല്ലേ. വൈ വാട്ടർ ഈസ് കാൾഡ് യൂണിവേഴ്സൽ സോൾവെന്റ്. വെള്ളം ഒരു സാർവത്രിക ലായകമാണെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ റൈറ്റ് ദ അതർ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ, അതിന്റെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണ്? വാട്ടർ സോഴ്സസ് എന്തെല്ലാമാണ്? വാട്ടർ സോഴ്സ് ഒക്കെ നമ്മൾ മുമ്പ് വാട്ടറിന്റെ പാഠത്തിൽ പഠിച്ചതല്ലേ. വാട്ടർ സ്റ്റെപ്പ് ക്യാൻ ബി ടേക്കൺ ടു പ്രിസർവ് വാട്ടർ. ജലം സംരക്ഷിക്കുന്നത് എങ്ങനെയാണ്, പ്രിസർവ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന്. ഓക്കെ, അതൊക്കെ നമ്മൾ വാട്ടറിന്റെ പാഠത്തിൽ പഠിച്ചതാ. എന്നാലും എങ്ങനെയാ ചോദിക്കുന്നത് ഇപ്പൊ മനസ്സിലായോ? then ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ എ എന്നിട്ടിട്ട് അതിന്റെ ആൻസർ, ബി എന്നിട്ടിട്ട് അതിന്റെ ആൻസർ അങ്ങനെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, വാട്ടർ ഈസ് കാൾഡ് വാട്ടറിനെ എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നത്? നമ്മൾ അത് എഴുതിയതാ, എന്നാലും പറയാം വാട്ടർ ഹാസ് ദ എബിലിറ്റി ടു ഡിസോൾവ് മെനി സബ്സ്റ്റൻസ്, ഹെൻസ് വാട്ടർ ഈസ് കാൾഡ് യൂണിവേഴ്സൽ സോൾവെന്റ്. ഞാൻ മലയാളത്തിൽ മറ്റേ എഴുതിയിട്ടുണ്ടോ നിങ്ങൾ, അതുകൊണ്ടാണ്. പിന്നെ എന്താ രണ്ടാമത്തെ, അതർ പ്രോപ്പർട്ടി, വേറെ ഏതെല്ലാം പ്രോപ്പർട്ടിയാ? വെള്ളത്തിന്റെ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങളെ? നോ കളർ, നോ ഷേപ്പ്, കീപ്പ് ലെവൽ, ഹാവ് 3 സ്റ്റേറ്റ്സ്. വെള്ളത്തിനെ ബേസ് ചെയ്ത് എന്ത് ചോദിച്ചാൽ ഈ 3-4 സെൻറ്റൻസ് എഴുതിയാൽ തന്നെ എന്താ മാർക്ക് കിട്ടും. വെള്ളത്തെ ബേസ് ചെയ്തെന്ന് വെച്ചാൽ അതിന് കളറില്ല, ഷേപ്പില്ല, കീപ്പ് ലെവലാണ്, ഹാവ് 3 സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലേ. ഏതൊക്കെ സ്റ്റേറ്റ്സ്? ആ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലേ. സോളിഡ് എന്ന് വെച്ചാൽ എന്താണ്? കട്ടിയുള്ളത്. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഫ്രീസറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് എന്തായിരുന്നു? കട്ടയാകുന്നു അല്ലേ, ഐസ് ക്യൂബ് ആകുന്നു. അതാണ് സോളിഡ്. ഇനി അതെടുത്ത് വെളിയിൽ വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞാലോ അതെന്താകുന്നു? വെള്ളമാകുന്നു. അതാണ് ലിക്വിഡ്. ഇനി അതിനെ എടുത്ത് അടപ്പയെ വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ തീ കത്തിച്ചാലോ അതെന്താ? ഗ്യാസ് ആയിട്ട് മാറുന്നു. അപ്പം വെള്ളത്തിനെ നമുക്ക് 3 സ്റ്റേറ്റ് ആയിട്ട് മാറ്റാം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം എന്നീ 3 സ്റ്റേറ്റ്സ് ആയിട്ട് നമുക്ക് മാറ്റാം. അടുത്ത ചോദ്യം, ലിസ്റ്റ് വാട്ടർ സോഴ്സസ്. വാട്ടറിന്റെ ജലസ്രോതസ്സുകൾ. വെള്ളം നമുക്ക് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്? എവിടെ നിന്നൊക്കെയാണ്? വെല്ല്, പോണ്ട്, റിവർ, ഇഷ്ടമുള്ള നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു 4-5 പേര് കൊടുത്ത് എക്സെട്ര കൊടുത്താൽ മതി. അടുത്ത വാട്ടർ സ്റ്റെപ്പ് ക്യാൻ ബി ടേക്ക് പ്രിസർവ് വാട്ടർ. നമുക്ക് എങ്ങനെ പ്രിസർവ് വാട്ടർ, ജലം എങ്ങനെ സംരക്ഷിക്കാം? നമുക്കൊന്നുകിൽ വെള്ളം വലിയൊരു ടാങ്ക് പോലെ കെട്ടി അല്ലേ, സ്റ്റോൺ വാള് കട്ട വെച്ച് കെട്ടിയിട്ട് അല്ലെ കല്ല് കൊണ്ട് മതിൽ വെച്ച് കെട്ടി ഉണ്ടാക്കാം, ഡാം പോലെ പണിഞ്ഞുണ്ടാക്കാം. ഹാർവസ്റ്റ് റെയിൻ വാട്ടർ എന്ന് വെച്ചാൽ മഴവെള്ള സംഭരണി എന്ന് പറഞ്ഞൊരു സംഭരണം അറിയോ നിങ്ങളെ? മിക്കവാറും ഇപ്പോൾ ഉണ്ടല്ലോ മഴവെള്ള സംഭരണി എന്ന് പറഞ്ഞിരുന്നോ, അതാ ഹാർവസ്റ്റ് ആണ്. ഹാർവസ്റ്റ് റെയിൻ വാട്ടർ എന്ന് വെച്ചാൽ മഴവെള്ളം ശേഖരിക്കുക. ഓക്കെ ആണോ? അപ്പോൾ ഇതെല്ലാം എഴുതിയെടുക്കണേ. ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടുന്നത് നമുക്ക് എല്ലാം ഒന്ന് ഓടിച്ചിട്ട് നോക്കാൻ വേണ്ടിയാണ്. ഞാനിനിയും എക്സാം എന്ന് പറഞ്ഞ് ഇനി സെപ്പറേറ്റ് ഒരു ക്ലാസ് എടുക്കുന്നില്ല, കുഞ്ഞുങ്ങളെ ഇതങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ ആണോ? ഇതിൻ്റെ മലയാളം ഇംഗ്ലീഷും ഉണ്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമല്ലേ. അടുത്തത് ആക്ടിവിറ്റി. ഇതെല്ലാം ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് തരുന്നത് ഇങ്ങനെ തന്നെയാണ് ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് കേട്ടോ. അടുത്ത നോക്കൂ നിങ്ങളെ, എന്താ വൈ ഷുഡ് വൺ ടേക്ക് വാക്സിൻ്റെ പാഠം ഓർമ്മയുണ്ടോ? വാക്സിൻ. വൈ ഷുഡ് വൺ ടേക്ക്, നമ്മൾ എന്തിനാണ് വാക്സിനെ, പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ എന്തിനാണ് എടുക്കുന്നതാണ്? വാക്സിനേഷൻ എന്തിനാ? റൈറ്റ് ദ നെയിം ഓഫ് എനി 2 വാക്സിനേഷൻ ഫെമിലിയർ ടു യു. നെയിം ദ എപ്പിഡമിക് വി സർവൈവ് ത്രൂ. എന്താ ഈ എപ്പിഡമിക് അല്ലേ? എന്താ? മഹാമാരി അല്ലേ. നമ്മുടെ കോവിഡ് ഒരു എപ്പിഡമിക്കിന് ഒരു ഉദാഹരണമാണ് കോവിഡ്. വി സർവൈവ് ത്രൂ വാക്സിൻസ്. പേഴ്സണൽ ഹൈജീൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഹെൽത്ത് ലൈഫ്. ഞാൻ പറയുന്നതിന് സ്പീഡ് കൂടുതലാണെന്ന് എനിക്കറിയാം നിങ്ങളെ. നമുക്ക് എല്ലാം കവർ ചെയ്യേണ്ടിയിട്ടാണ് ഒരു സ്പീഡിൽ പോകുന്നത്. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയാം. നോക്കൂ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്തിനാണ് നമ്മൾ എടുക്കുന്നതെന്ന്. വൈ ഷുഡ് വൺ ടേക്ക് വാക്സിനേഷൻ എടുക്കുന്നതെന്ന്. എന്തിനാ? ദ ബോഡി ഈസ് അണേബിൾ ടു ഡെവലപ്പ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അഗെയിൻസ്റ്റ് സം കമ്മ്യൂണിക്കബിൾ ഡിസീസ്.
അല്ലേ അതിൻ്റെ ഞാൻ ആ കമ്മ്യൂണിക്കേഷൻ്റെ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ ആ പാഠത്തിനകത്തിൽ ഞാൻ വേണേ അത് ഇച്ചിരി ഇപ്പം ഞാൻ ഒന്നുകൂടെ പറയുന്നുണ്ടോ നിങ്ങളെ ഇതിൽ നിങ്ങൾ എനിക്ക് മലയാളം നോട്ട് കിട്ടിയില്ല അല്ല ഇംഗ്ലീഷ് നോട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട. ഞാനത് ഇപ്പോൾ ഒന്നും കൂടെ എടുത്ത് പറയുന്നുണ്ട്. ഇതിൽ കിട്ടാത്ത പോയിന്റുകളൊക്കെ അതിൽ നിങ്ങൾ എടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്കറിയാവുന്ന 2 വാക്സിൻ ഏതൊക്കെയാണ്? പോളിയോ വാക്സിൻ ഉണ്ട്, BCG ഉണ്ട് അല്ലേ. പിന്നോ എപ്പിഡമിക്കിന് എന്ന് വെച്ചാൽ മഹാമാരിയായിട്ടുള്ള രോഗങ്ങൾക്കെല്ലാം ഉള്ള 2 വാക്സിനുകളാണ് പോളിയോയും അതുപോലെ സ്മാൾ പോക്സും ഒക്കെ കേട്ടോ. ഇനി പേഴ്സണൽ ഹൈജീന്, വൃത്തിയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇത് രാവിലെയും വൈകിട്ടൊക്കെ കുളിക്കാറുണ്ടോ നിങ്ങളെ? പഠിപ്പിക്കുന്നത് ഞാൻ ഇച്ചിരി കുറവാണെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എപ്പോഴും രാവിലെ സ്കൂളിൽ കുളിച്ച് വൃത്തിയായിട്ട് തന്നെ പോകണം കേട്ടോ. അത് നമുക്ക് അമ്മ ആ വീട്ടിലില്ലായിരുന്നു അല്ലെ വെള്ളമില്ല എന്ന് ഒരു റീസണും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ? രാവിലെയും വൈകിട്ടും, കുട്ടികൾ എന്നുള്ള എല്ലാവരുടെയും അടുത്തൂടാ പറയുന്നത്, രാവിലെയും വൈകിട്ടും കുളിക്കണം കേട്ടോ. കുളിച്ച് വൃത്തിയായിട്ട് വേണം. ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചില്ലെങ്കിലും വീറും വൃത്തിയായിട്ടും വേണം സ്കൂളിൽ പോകാൻ കേട്ടോ. നമ്മൾ പുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ ഒന്നുമല്ല, നമ്മുടെ കാര്യം കൂടി നമ്മൾ നോക്കണം. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. മിക്ക കുട്ടികളും എന്തുവെന്ന് പറയുന്നത്, എനിക്ക് മുടി കെട്ടേണ്ടതുകൊണ്ട് ഞാൻ കുളിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ തലയ്ക്ക് താഴെ ഇത് ഓരോ റീസൺ നമുക്കറിയാം. ഞാൻ തല കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ ഓരോ റീസണുകൾ. പക്ഷേ അതൊന്നും അല്ല കുഞ്ഞില്ല. വൃത്തി എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു അല്ലെ ഒരു കുട്ടി ഒരു ആൻസർ പറഞ്ഞില്ല, ഓക്കെ പഠിച്ചില്ല, അതൊരു ലോകത്ത് നടക്കാത്ത സംഭവമൊന്നുമല്ല. ഇപ്പോൾ എല്ലാം പഠിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ അല്ലേ. പക്ഷേ വൃത്തി എന്ന് പറയുന്നത് ഒരു മെയിൻ ഘടകം. രാവിലെയും വൈകിട്ട് നമ്മൾ കുളിച്ചിട്ട് ഇപ്പം സ്കൂളിൽ നിന്നല്ല വീട്ടിൽ നിന്ന് എവിടെ പോയാലും കുളിച്ച് വൃത്തിയായിട്ട് വേണം പോകാൻ കേട്ടോ. അതുപോലെ തന്നെ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് എല്ലാവരും മിക്കവാറും ഉള്ള എല്ലാം അങ്ങ് വന്ന് അടുക്കളയിലോട്ട് കയറിയൊക്കെയാണ് അല്ലേ. ഇത് എല്ലാ ടീച്ചർമാരോ അല്ലെ ഓൺലൈൻ ക്ലാസ്സിലൊന്നും ഇത് പഠിപ്പിക്കുന്ന കാര്യമല്ല. എന്നാലും എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത് ഞാൻ പറയാം, എൻ്റെ ലിങ്ക് കാണുന്ന കുഞ്ഞുങ്ങളുടെ അടുത്ത് പറയാം, നിങ്ങൾ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് എന്ത് ചെയ്യുക? കുളിക്കണം. പുസ്തകം കൊണ്ടുവന്ന് മുറി കൊണ്ടുവച്ചിട്ട് വെളിയിൽ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് പിന്നെ എന്ത് വേണമല്ലോ നിങ്ങൾ ചെയ്തോ, അതിലൊരു പ്രശ്നമില്ല. പക്ഷേ നമ്മൾ കാരണം എന്തെന്നറിയാം, നമ്മൾ സ്കൂളിൽ ഒരുപാട് ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ടൊക്കെ അല്ലെങ്കിൽ വെളിയിലൊക്കെ ഒരുപാട് പേര് ആൾക്കാർ ബസ്സിൽ കയറിയായാലും എങ്ങനെ ആയാലും ഒക്കെ പോയിട്ടൊക്കെ വരുന്നതല്ലേ. അപ്പോൾ അത്രയും അഴുക്ക് നമ്മുടെ ശരീരത്ത് കാണും. അപ്പോൾ എന്ത് ചെയ്യുക? കുളിച്ച് വൃത്തിയായിട്ട്, ഹൈജീനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇതിപ്പം ഞാൻ പറയുന്നത്, കുളിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ നഖം വൃത്തിയാക്കി വെക്കുക, നഖം അല്ലേ, നഖത്തിൻ്റെ ഇടയ്ക്കിലത്തെ അഴുക്കെടുത്ത് കളയുക. നമ്മുടെ പെടലിയൊക്കെ ചില കുട്ടികളുടെയൊക്കെ പെടലി കാണും, അപ്പോൾ അതൊക്കെ വൃത്തിയായിട്ട് വെക്കുക. ഒരുപാട് വൃത്തി കാണണമെന്നുണ്ടെങ്കിൽ ആളുടെ കൈയുടെ നഖവും അതല്ലെങ്കിൽ കാലയിലും ഒക്കെ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈജീനെ കുറിച്ച് അപ്പോൾ രാവിലെയും വൈകിട്ട് നിങ്ങളെ മസ്റ്റായിട്ടും കുളിച്ചിരിക്കണം കേട്ടോ. അത് പ്രധാനപ്പെട്ടതാണ്. സ്കൂളിൽ പോകുമ്പോഴായാലും പോകാത്ത ദിവസങ്ങളിലായാലും നിങ്ങളെ കുളിക്കണം. അപ്പോൾ നമ്മൾ പറയുന്നത് പേഴ്സണൽ ഹൈജീനുകളെ കുറിച്ചാണ്. വാഷ് ഹാൻഡ്സ് ബിഫോർ മീൽസ്, പിന്നെ ബ്രഷ് ടീത്ത് എവറി നൈറ്റ് ആഫ്റ്റർ മീൽസ്, ബാത്ത് എന്ന് വെച്ചാൽ വാഷ് ഹാൻഡ്സ് ബിഫോർ മീൽസ്, ആഹാരം കഴിക്കുന്നതിന് മുമ്പ് വാ കഴുകിയിട്ട് വേണം ആഹാരം കഴിക്കാൻ. അതുപോലെ തന്നെ കഴിച്ചതിന് ശേഷവും എന്ത് ചെയ്യുക? രാത്രിയിലും ഒക്കെ വാ കഴുകുക അല്ലെ പല്ല് തേക്കുക, ബ്രഷ് ടീത്ത് അല്ലേ. ബാത്ത് ഡെയിലി, എന്നും കുളിക്കുക. ഡ്രിം ദ നെയിൽസ് ഓഫ് ഫീറ്റ് ആൻഡ് ഹാൻഡ്സ്. അതുപോലെ തന്നെ കയ്യിലെയും കാലിലെയും നിങ്ങളെ നഖം നല്ലപോലെ വൃത്തിയായിട്ട് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞ വൃത്തി മസ്റ്റാണ്. നമ്മൾ പഠിക്കുക എന്ന് വെച്ചാൽ പുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ കാര്യവും കൂടി നോക്കണം, വൃത്തിയായിട്ട് നടക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ചാപ്റ്ററിൻ്റെ വൃത്തി ഇച്ചിരി സമയം വൃത്തിക്ക് പോയി അല്ലേ. സാരല്ലോ നിങ്ങളെ, അത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വൃത്തി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻ ഈ ആക്ടിവിറ്റി ആൻഡ് ഇത് കാണിക്കണം വേണ്ടി കൂടാണ് ഇത് എടുത്തത്. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും മിക്കവാറും വരുന്നത്. അപ്പം നിങ്ങൾ കണ്ട് പേടിക്കണ്ട. ഇങ്ങനെ വീട്ടിൽ അമ്മയും അച്ഛനൊക്കെ അല്ലെ അമ്മയായിരിക്കും കൂടുതലും കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ആൻസർ എഴുതേണ്ട രീതിയൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇവർ ആദ്യമായിട്ടല്ലേ 5ാം ക്ലാസ്സിലെ ഓണപരീക്ഷ ഇവർ ആദ്യമായിട്ട് എഴുതാൻ പോകുമ്പോൾ കണ്ട് പേടിക്കേണ്ട, വീട്ടിൽ വന്ന് കരയേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 1ാമത്തെ ചാപ്റ്റർ പോലെ 4ാമത്തെ ചാപ്റ്ററെല്ലാം നോട്ട് ചെയ്യാൻ ഓൾറെഡി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ എഴുതാത്തവർക്ക് വേണ്ടി ഞാൻ ഓടിച്ചിട്ട് പറയാം, പെട്ടെന്ന് കേട്ടോണേ. ആടിൻ്റെ പ്രധാന ഘടകം എന്തെല്ലാം? പ്ലാവില, പുല്ലുകൾ. വാട്ട് ഈസ് ദ മെയിൻ ഫുഡ് ഓഫ് ഗോട്ട്? ഗ്രാസ്, ലീവ്സ്, ഗ്രെയിൻസ്. ആഹാര ശൃംഖലാജാലം എന്നാൽ എന്ത്? ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം. ഫുഡ് വെബ് എന്നാൽ എന്ത്? ലിവിങ് ബീങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ദീസ്
ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഈസ് ദ ഫുഡ് വെബ്. മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? സൂര്യപ്രകാശം, ജലം, ഓക്സിജൻ, ജലസസ്യങ്ങൾ എന്നിവ. വാട്ട് കോമ്പോണൻസ് ഡസ് ദ ഫിഷ് നീഡഡ് ടു സർവൈവ്? സൺലൈറ്റ്, വാട്ടർ, ഓക്സിജൻ, വോംസ് എക്സെട്ര. ഇത് ഇംഗ്ലീഷ് മലയാളം ഉണ്ടോ നിങ്ങളെ, അതുകൊണ്ടാണ്. കുളത്തിൽ ജീവനുള്ളവ ഏതാ? കുളത്തിൽ ജീവനുള്ളവ ഞണ്ട്, തവള, ചെറുമീനുകൾ എന്നിവ. ലിവിങ് തിങ്സ് ഇൻ പോണ്ട്, ക്രാബ്, ഫ്രോഗ്, സ്മാൾ ഫിഷ്. പ്ലാങ്ക്ടൺ എന്നാൽ എന്ത്? പ്ലാങ്ക്ടൺ ആർ സ്മാൾ പ്ലാന്റ്സ് ദാറ്റ് ഫ്ലോ ഫ്രീലി ഇൻ വാട്ടർ ബോഡീസ്. അതായത് പ്ലവകങ്ങൾ, ജലാശയത്തിൽ സ്വതന്ത്രമായിട്ട് ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. ഹാബിറ്റേറ്റ് എന്നാൽ എന്ത്? നാച്ചുറൽ സറൗണ്ടിങ്സ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ലീവ് ആർ കാൾഡ് ഹാബിറ്റൻ. ആവാസ വ്യവസ്ഥ ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ അതിൻ്റെ ചുറ്റുപാടിനെയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ മുമ്പ് പറഞ്ഞതിനകത്ത് ഞാൻ പറഞ്ഞില്ല ഇംഗ്ലീഷ് ഇല്ല മലയാളം ഇല്ല എന്ന് പറഞ്ഞാൽ ആരും പേടിക്കണ്ട. ഇത് ഒന്നാമത്തെ ചാപ്റ്ററിനെ ബേസ് ചെയ്താണ്. ഇതുവരെ ആ നോട്ടൊന്നും എഴുതാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. നോക്കൂ നിങ്ങളെ അടുത്ത് ഒബ്സർവ് യുവർ സറൗണ്ടിങ് ആൻഡ് ഫൈൻഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹാബിറ്റാറ്റ്. ഗ്രാസ് ലാൻഡ്, ഡിസേർട്ട്, മാൻഗ്രൂവ്, പോളാർ റീജിയൻ. അതായത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിരീക്ഷിച്ചതിന് ശേഷം ആവാസ വ്യവസ്ഥയിൽ എന്തെല്ലാം കണ്ടു? പുൽമേടുകൾ, ഈ പറയുന്നതൊക്കെ നോക്കിക്കോണേ എന്ന് വെച്ചാൽ ഇതിൻ്റെ മലയാളമാണ് ഇത് കേട്ടോ. പുൽമേടുകൾ, പിന്നെ മരുഭൂമികൾ, കണ്ടൽ മൻഗ്രൂവ്സ് എന്ന് വെച്ചാൽ കണ്ടൽ കാടുകൾ, ധ്രുവപ്രദേശം എന്നിവയാണ്. ഫുഡ് ചെയിൻ എന്നാൽ എന്ത്? എ സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പ് ഫ്രം ദ ഫുഡ് വെബ് ഈസ് ദി ഫുഡ് ചെയിൻ. അതായത് ആഹാര ശൃംഖല. ആഹാര ശൃംഖലാ ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്സ്, വൾച്ചർ കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പിഫൈറ്റ് എന്നാൽ അത്? എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് ഓർക്കിഡുകൾ. മുമ്പ് നമ്മൾ ഫില്ലപ്പിന് പഠിച്ചതാ. എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് ഓർക്കിഡുകൾ. വർണ്ണകങ്ങൾ എന്നാൽ എന്ത്? ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ്. ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങൾക്ക് സ്റ്റൊമാറ്റ എന്നാണ് പറയുന്നത്. സ്മാൾ പോർസ് കേട്ടോ, ലീവ്സിൻ്റെ സ്മാൾ പോർസിന് പറയുന്ന പേര് സ്റ്റൊമാറ്റ എന്നാണ്. ഓക്കെ, ഇനി പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. ആടിൻ്റെ ആഹാരം എന്താണ്? പ്ലാവില, പഴത്തൊലി എന്നിവയാണ്. സസ്യഭാഗങ്ങളാകുന്ന മാന്, ആട്. ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സസ്യം, ചെറുമീൻ, വലിയ മീൻ, ഇത് നല്ലപോലെ പഠിക്കണം. ഇത് അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും പറയുക ഓരോന്നും കഴിക്കുന്നത്. ആഹാര ശൃംഖലാജലം എന്നാൽ ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം. പ്ലവകങ്ങൾ, ഇത് നമ്മൾ എടുത്തതല്ലേ. പ്ലവകങ്ങൾ എന്ന് വെച്ചാൽ ജലാശയത്തിൽ സ്വതന്ത്രമായിട്ട് ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. പ്ലവകങ്ങളുടെ ആഹാര ശൃംഖലാജാലം. പ്ലവകങ്ങൾ, ചെറുമത്സ്യങ്ങൾ, മത്തി. പ്ലവകങ്ങൾ, മത്സ്യം, ഇത് ഓരോന്നും കഴിക്കുന്നതാണോ നിങ്ങൾ? ഇതൊക്കെ നമ്മൾ എന്നാലും നോക്കിയേരെ കണ്ടോ, ഓരോന്നും കഴിക്കുന്നത് ആരോ മാർക്ക് കൊടുത്തേക്കുന്നത് കണ്ടോ. ഓക്കെ ആണല്ലോ. അടുത്ത മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? മുമ്പ് നമ്മളത് ഇംഗ്ലീഷ് പറഞ്ഞല്ലേ. ജലം, ഓക്സിജൻ, വിരകൾ, സൂര്യപ്രകാശം എന്നിവയൊക്കെയാണ് കേട്ടോ. കുളത്തിലെ ജീവനുള്ളവ, അത് നമ്മൾ പറഞ്ഞ ഞണ്ട്, തവള, ചെറുമീനുകൾ, സസ്യങ്ങൾ. മുമ്പ് പറഞ്ഞതിൻ്റെ മലയാളം കേട്ടോ. കുളത്തിലെ ജീവനില്ലാത്തവയോ മണ്ണ്, വായു, ജലം, കല്ലുകൾ. ആവാസം എന്നാൽ എന്ത്? ഹാബിറ്ററ്റ്. ജീവികൾക്ക് നിലനിൽപ്പിനാവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ അതിൻ്റെ ചുറ്റുപാടിനെയാണ് ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എന്ന്. ആവാസം എന്ന് അവിടത്തേക്കുന്ന ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ നിരീക്ഷിച്ചതിന് ശേഷം ആവാസ വ്യവസ്ഥയിൽ എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് എഴുതാറുണ്ട്? എന്തെല്ലാം കാണുന്നുണ്ടോ നിങ്ങളെ? കായൽ, വയലുകൾ, അരുവികൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലായിരിക്കണം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അതിൻ്റെ ആൻസർ എന്തുവാന്ന് അറിയണം. പിന്നെ പുസ്തകത്തിലെ പടം നിരീക്ഷിച്ചതിന് ശേഷം, പുസ്തകത്തിലൊരു പടം കൊടുത്തിട്ടുണ്ട്. ആവാസ വ്യവസ്ഥയിൽ കടുവകൾ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? കടുവ മാറ്റി വേറെ എന്തെങ്കിലും ജീവിയാണെങ്കിലും നിങ്ങളുടെ യുക്തിപരമായിട്ട് വേണം അത് എഴുതാൻ. ഭക്ഷ്യശൃംഖലയുടെ ഏറ്റവും മുകളിലത്തെ തട്ടിലാണ് നമ്മുടെ കടുവ നിൽക്കുന്നത് അല്ലേ. കടുവകൾ ഇല്ലാതായാൽ കടുവ കഴിച്ചുകൊണ്ടിരുന്ന മാന്, കുറുക്കൻ, കാട്ടുപോത്ത് എന്നിവ എന്താ കുഞ്ഞുങ്ങളെ? മാന്, കുറുക്കൻ, കാട്ടുപോത്ത് എന്നിവയുടെ എണ്ണം കൂടുന്നു. അപ്പോൾ ഇവയുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ദോഷമല്ലേ, അതാ ഉദ്ദേശിച്ചത്. ഇനി ആഫ്രിക്കൻ മുഷിയെക്കുറിച്ച് ഇംഗ്ലീഷ് മീഡിയക്കാരും മലയാളം മീഡിയക്കാരും, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണുന്നതും വളരെ പെട്ടെന്ന് പെരുകുന്നതുമായ ഒരു മീനാണ് നമ്മുടെ ആഫ്രിക്കൻ മുഷി. ഓക്കെ, എന്നിട്ടോ നമ്മുടെ നാട്ടിലെ ജലാശയത്തിൽ ഇവ എത്തിയാൽ നാടൻ മത്സ്യങ്ങളെല്ലാം അവ തിന്നു തീർക്കുന്നു. ആഫ്രിക്കൻ മുഷിയെ ഇരയാക്കുന്ന ജലജീവികൾ നമ്മുടെ ജലാശയത്തിലില്ല. ഇത് ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷമാകുന്നു. സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കണമെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? ഇതെല്ലാം ഇംഗ്ലീഷ് ഉണ്ടോ നിങ്ങളെ? കാർബൺ ഡൈ ഓക്സൈഡ്, സൂര്യപ്രകാശം, ഹരിതകം, വെള്ളം എന്നിവയെല്ലാം നമുക്ക് എന്ത് വേണം? മുമ്പ് ഞാൻ ചോദിച്ചതാ. സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കണമെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? അടുത്ത വർണ്ണകങ്ങൾ എന്നാൽ എന്താണ്? ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നതാണ് വർണ്ണകങ്ങൾ. ഹരിതകം എന്നാൽ എന്ത്? ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണമാണ് ഹരിതകം. മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. ചുവപ്പ്, ഓറഞ്ച്, പച്ച, മഞ്ഞ. ചുവപ്പ് ആന്തോസയാനിൻ, ഓറഞ്ച് കരോട്ടിൻ,
പച്ച ക്ലോറിൻ, മഞ്ഞ സാന്തോഫില്ല്. ജീവജാലങ്ങൾ ശ്വസിക്കാനായി ഉപയോഗിക്കുന്നത് ഓക്സിജനാണ്. സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. നമ്മളോ? ജന്തുക്കൾ എന്ത് ചെയ്യുന്നു? ജന്തുക്കൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. എന്ത് ഈ സ്റ്റൊമാറ്റ എന്നാൽ എന്താണ്? ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങളെയാണ് സ്റ്റൊമാറ്റ, സ്മാൾ പോർസ് മുമ്പ് പറഞ്ഞില്ലേ, ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങളെയാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഈ സുഷിരങ്ങളിലൂടെയാണ് വായു സസ്യങ്ങളിലേക്ക് കടക്കുന്നതും ഓക്സിജനെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നത്. ഓക്കെയാണോ കുഞ്ഞുങ്ങളെ? എഴുതി എടുക്കണേ, വെറുതെ നോക്കിയിരിക്കില്ലേ. അടുത്ത അതായത് നമ്മളിപ്പോൾ വായിച്ചതന്നെ ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്തവർക്ക്, ദർ ആർ മെനി ക്രിയേച്ചർ ഗോഡ് എറൗണ്ട് അസ് ഹു ഈറ്റ് വേരിയസ് കൈൻഡ്സ് ഓഫ് ഫുഡ്. വാട്ട് ഈസ് ദ മെയിൻ ഫുഡ് ഓഫ് ഗോട്ട്? ഗ്രാസ്, ലീവ്സ്, ഗ്രെയിൻസ്. വിച്ച് ക്രിയേറ്റീവ് ഫീഡ് ഓഫ് പാർട്ട് ഓഫ് പ്ലാന്റ്സ്? ഡിയർ, റാബിറ്റ്, ഗ്രാസ് ഹോപ്പർ, കൗ, എലിഫന്റ്. ഫുഡ് ചെയിൻ എന്നാൽ എന്താ? അതൊക്കെ നമ്മൾ പ്ലാങ്ടൺ പറഞ്ഞ, ഫുഡ് വെബ് പറഞ്ഞതാ. വാട്ട് കോമൺ ഡസ് എ ഫിഷ് നീഡ് ടു സർവൈവ്? ഇത് അറിയാൻ വയ്യാത്തവർക്ക്, ഫിഷ് നീഡ് ടു സർവൈവ് അറിയാൻ വയ്യാത്തവർക്കാണെങ്കിൽ ഇതുണ്ടോ, ഇതെല്ലാം ഫിഷ് നീഡ് എന്നാണ്. ഹാബിറ്റാറ്റ് നമ്മൾ പറഞ്ഞത് തന്നെ പറഞ്ഞ് സമയം വെറുതാക്കുന്നില്ല. അടുത്ത നോക്കൂ, ഞാൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹാബിറ്റാറ്റ് ഏതൊക്കെയാണ്? ഗ്രാസ് ലാൻഡ് പറഞ്ഞ, ഫുഡ് ചെയിൻ പറഞ്ഞതാണ്, വാട്ടർ എപ്പിഫൈറ്റ് പറഞ്ഞതാണ്. പിന്നെ ഫോട്ടോസിന്തസിസ് എന്നാൽ എന്താ? അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാന്റ്സ് മേക്ക് ഫുഡ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഫോർ ദീസ് ദേ യൂസ് ദ എനർജി ഫ്രം സൺലൈറ്റ്, സോ ദേ ആക്ടിവിറ്റി ഈസ് കാൾഡ് ഫോട്ടോസിന്തസിസ്. എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. ഇതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണമാണ് ഹരിതകം. ക്ലോറോഫിൽ ഈസ് ദ ഗ്രീൻ പിഗ്മെന്റ് ഇൻ ലീവ്സ്. ഓക്കെ, അത്രയും ചാപ്റ്ററേ ഉള്ളൂ. അടുത്ത രണ്ടാമത്തെ ചാപ്റ്റർ ആണ് വ്യാധികൾ പടരാതിരിക്കാൻ. എന്താ നിങ്ങളെ? വ്യാധികൾ പടരാതിരിക്കാൻ, away from disease. What could be the reasons for fever? പനിയുടെ കാരണം എന്തെല്ലാമാണ്? രോഗമുള്ള സഹോദരിയിൽ നിന്നോ അമ്മയിൽ നിന്നോ ആയിരിക്കും ആ പനി ഉണ്ടായത്. She got it from sister or mother who had a viral disease. ഓർമ്മയുണ്ടോ ആ പാഠം? ആ കുട്ടി വന്നിരിക്കുന്നത്. റൈറ്റ് ഡിസീസ് ന്യൂ. നിങ്ങൾക്ക് അറിയാവുന്ന 5-6 രോഗങ്ങളുടെ പേര് പറയാൻ. ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി അറിയാവുന്ന എഴുതിക്കോ. ഡെങ്കി പനി, അതിൻ്റെ ഇവിടെ മലയാളം ഇംഗ്ലീഷും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നോൺ കമ്മ്യൂണിക്കബിൾ. ഇത് നമ്മൾ മുമ്പ് ഫില്ലപ്പിൽ പറഞ്ഞതാ കേട്ടോ. ഇതിൻ്റെ അറിയാൻ വയ്യാണെങ്കിൽ എഴുതിയെടുത്തോണേ, കമ്മ്യൂണിക്കബിളും നോൺ കമ്മ്യൂണിക്കബിളും. അടുത്ത എന്താണ് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് വെച്ചാൽ? പകരുന്ന രോഗങ്ങൾ. എന്താ നിങ്ങളെ? പകർച്ചവ്യാധികൾ എന്നാൽ എന്താണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതർ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗമാണ് സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആർ ദോസ് വിച്ച് നോട്ട് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ. ഒരാളിൽ നിന്നും പകരാത്ത രോഗത്തെയാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. എന്താണ് പാൻഡമിക്? ഞാൻ മുമ്പ് പറഞ്ഞു, മഹാമാരി. പകരുന്ന രോഗങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും ധാരാളം ആളുകളെ ബാധിക്കുകയും ചെയ്യുന്നതിനെയാണ് മഹാമാരികൾ അല്ലെങ്കിൽ എന്താ പാൻഡമിക് എന്ന് പറയുന്നത്. അതായത് വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 തുടങ്ങിയവ. വെൻ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ടു അതർ കൺട്രീസ് ഓർ കോണ്ടിനെന്റ് ആൻഡ് അഫക്റ്റ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസ്, ഇറ്റ് ഈസ് കാൾഡ് എ പാൻഡമിക്. സ്മാൾ പോക്സ്, ട്യൂബർകുലോസിസ്, പ്ലേഗ്, COVID-19 ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. ഓക്കെ, അടുത്ത വാട്ട് കോസസ് ദ കമ്മ്യൂണിക്കബിൾ ഡിസീസ്? സാംക്രമിക രോഗങ്ങൾക്ക് കാരണം എന്താണ്? ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇതിന് കാരണം എന്ന് വെച്ചാൽ, മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആർ കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ, വൈറസ് ആൻഡ് ഫംഗി. വി കനോട്ട് സീ ദം വിത്ത് അവർ നേക്കഡ് ഐസ്. ദേ ആർ കാൾഡ് പാത്തോജൻസ്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കൾ മൂലമാണ് ഈ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത് അല്ലേ? നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്കതിനെ കാണാൻ കഴിയില്ല. അതിനാലാണ് ഈ രോഗങ്ങളെ രോഗകാരികൾ എന്ന് വിളിക്കുന്നത്. യൂസസ് ഓഫ് ബാക്ടീരിയ. നമുക്ക് ബാക്ടീരിയയുടെ ഉപയോഗം, നമ്മൾ ബാക്ടീരിയ രോഗം വരുത്തുന്നതെന്നൊക്കെ പറയുന്നെങ്കിലും അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയുണ്ട്? ദോശ ബാറ്റർ ഈസ് ഫെർമെൻറ്റഡ് ബൈ സർട്ടൻ ബാക്ടീരിയ. ദോശമാവ് ചില ബാക്ടീരിയകളാലാണ് പുളിപ്പിക്കുന്നത്. യൂസ്ഡ് ഫോർ ബ്രെഡ് മേക്കിംഗ്, ബ്രെഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഡൈജഷൻസ് ഓഫ് ഫുഡ്, ഭക്ഷണം ദഹിപ്പിക്കുന്നതിന് ബാക്ടീരിയ വേണം. പിന്നെ ഓക്കെ, ആ 3 മതി. ഹൗ ഡിസീസസ് സ്പ്രെഡ്? രോഗങ്ങൾ എങ്ങനെയാണ് പടരുന്നത്? ഡിസീസസ് ആർ സ്പ്രെഡിങ് ത്രൂ എയർ, വാട്ടർ, ഫുഡ്, ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ, ബേർഡ്സ് ആൻഡ് ത്രൂ സർട്ടൻ ആനിമൽസ്. വായു, വെള്ളം, ഈച്ച, കൊതുക്, പക്ഷികൾ എന്നിവയിലൂടെയും ചില മൃഗങ്ങളിലൂടെയുമാണ് നമുക്ക് രോഗങ്ങൾ പകരുന്നത് കേട്ടോ. രോഗങ്ങൾ അങ്ങനെ പകരുന്നു. അടുത്ത, ടു അവോയ്ഡ് സ്പ്രെഡിങ് ഡിസീസ്. നമുക്ക് എങ്ങനെ രോഗങ്ങളെ പടരാതിരിക്കാൻ ശ്രമിക്കാം? വീറും വൃത്തി, മുമ്പ് ഞാൻ വൃത്തിയുടെ കാര്യം പറഞ്ഞല്ലോ. മെയിൻറ്റെയിൻ ക്ലീൻനെസ്, wear mask, keep a social distance, receive available vaccines, avoid contact with the patients. അതായത് ശുചിത്വം പാലിക്കുക, മാസ്ക് ധരിക്കുക, സാമൂഹ്യ അകലം പാലിക്കുക, ലഭ്യമായ വാക്സിനുകൾ എടുക്കുക, രോഗികളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കി കിട്ടുക കേട്ടോ. നിങ്ങൾ ഇത് വൃത്തിയായിട്ട് എഴുതണേ. ഓക്കെ, അടുത്ത വെക്ടേഴ്സ് എന്നാൽ എന്താണ്? വെക്ടേഴ്സ് എന്ന് വെച്ചാൽ രോഗാണുവാഹകർ. ഒരാളിൽ നിന്ന് വേറൊരാൾക്ക് കൊണ്ടു കൊടുക്കുന്ന ആളാണ് ഈ വെക്ടർ. വെക്ടേഴ്സ് ആർ ഓർഗാനിസം ദാറ്റ് ബ്രിങ്സ് ഡിസീസ്, ക്യാരി മൈക്രോ ഓർഗാനിസം ഇൻ ടു അവർ ബോഡി. ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോസ്, ബാറ്റ്സ് എക്സെട്ര ആർ സം ഓഫ് ദ
വെക്ടർ ഓർഗാനിസം. രോഗവാഹകരായ സൂക്ഷ്മാണുക്കളെ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരുന്ന ജീവികളാണ് ഈ വെക്ടറുകൾ. ഈ ഈച്ച, കൊതുക്, വവ്വാല്, എലിച്ചെള്ള് തുടങ്ങിയവയെല്ലാം ഇതിന് ഉദാഹരണമാണ്. കൺട്രോൾ മോസ്കിറ്റോനെ എങ്ങനെ നിയന്ത്രിക്കാം? അവോയ്ഡ് സ്റ്റാൻഡിങ് വാട്ടർ ഫ്രം ദ ഏരിയ അറൗണ്ട് യുവർ ഹോം. നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും വെള്ളം കെട്ടി നിൽക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക. റിമൂവ് ഗ്രാസ് ആൻഡ് ഷ്രബ് എറൗണ്ട് ഹൗസ്. വീടിന് ചുറ്റുമുള്ള പുല്ലുകളും കുറ്റിച്ചെടികളും എല്ലാം നീക്കം ചെയ്യുക. യൂസ് മോസ്കിറ്റോ നെറ്റ്. കൊതുക് വല ഉപയോഗിക്കുക. ഓക്കെ ആണല്ലോ, കൊതുകിനെ ഓടിച്ചല്ലോ. അടുത്തത്, വാട്ട് ആർ ദ പ്രിക്വേഷൻസ് ടു അവോയ്ഡ് മോസ്കിറ്റോ ബൈറ്റ്? കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാം? ഇതൊക്കെ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ നിങ്ങളെ? കീപ്പ് ഡോർ ആൻഡ് വിൻഡോസ് ക്ലോസ്ഡ് ഇൻ ദ ഈവനിങ്. വൈകുന്നേരങ്ങളിൽ വാതിലുകളും ജനലുകളും അടച്ചിടുക. യൂസ് മോസ്കിറ്റോ നെറ്റ്. കൊതുക് വല ഉപയോഗിക്കുക. വിയർ ലോങ് സ്ലീവ്ഡ് ഷർട്ട് ആൻഡ് ലോങ് പാൻസ്. നീളം കൈയുള്ള ഷർട്ടും നീളമുള്ള പാൻറ്റും ഇടുക. രോഗം പകരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളെ. നമുക്ക് രോഗം വരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്ന്? എങ്ങനെയാ? ആഹാരത്തിലൂടെയും പിന്നെ രോഗങ്ങൾ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളുണ്ട്. ഏതാ? പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക, ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. ഇതെല്ലാം ആഹാരത്തിലൂടെയുള്ളതാണ്. എന്നാൽ വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ, മാസ്ക് ഉപയോഗിക്കുക, രോഗികളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കിയിട്ടുക. മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ, നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കുക, മണ്ണും ചെളിയും പുരട്ടാലുടനെ സോപ്പിട്ട് വൃത്തിയായി കഴുകുക. കേട്ടോ, ഇതാണ്. അടുത്ത, പ്രിവെൻറ്റ്സ് ഡിസീസ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ ഇംഗ്ലീഷ് ആവും നിങ്ങളെ. ഡിസീസ് ദാറ്റ് സ്പ്രെഡ്, അതറിയാമല്ലോ. ഇനി അതിൻ്റെ ഇംഗ്ലീഷ് എന്നുണ്ട്, അങ്ങ് നോക്കണേ. ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഇംഗ്ലീഷ് ആട്ടോ. അടുത്ത, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇൻ ബേർഡ്സ്. മുമ്പ് ഞാൻ പറഞ്ഞു, ഏതാ? ഏവിയൻ ഫ്ലൂ, സാൽമോണല്ല, ഇത് പക്ഷിയാണ്. മൃഗങ്ങളാണെങ്കിൽ ആന്ത്രാക്സ്, ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ് മുമ്പ് ഞാൻ പറഞ്ഞതാണ്. പ്ലാന്റ് ഡിസീസും ഉണ്ട്. അതിനകത്ത് മുമ്പ് പ്ലാന്റ് പറഞ്ഞില്ല. വൈറസും ഫംഗലും ഒരു പ്ലാന്റ് ഡിസീസാണ്. ഓക്കെ, അപ്പോൾ പക്ഷിയിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നുമുള്ള ഈ 2 വൈറസിൻ്റെ പേരറിഞ്ഞിരിക്കണം കേട്ടോ. വൈറസ് അല്ല നിങ്ങളെ, കമ്മ്യൂണിക്കബിൾ ഡിസീസ് പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ. ഇമ്മ്യൂണിറ്റി എന്നാൽ എന്താണ്? ഇമ്മ്യൂണിറ്റി, വാട്ട് ഈസ് എ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി? എബിലിറ്റി ഓഫ് അവർ ബോഡി ടു കൺട്രോൾ ആൻഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് പാത്തോജൻസ് ഈസ് കാൾഡ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. സ്വാഭാവിക പ്രതിരോധ ശേഷി എന്നാൽ എന്താ? രോഗാണുക്കളെ നിയന്ത്രിക്കാനും പ്രതിരോധിക്കാനുമുള്ള നമ്മുടെ ശരീരത്തിന്റെ കഴിവിനെയാണ് സ്വാഭാവിക പ്രതിരോധശേഷി എന്ന് പറയുന്നത്. പകർച്ചവ്യാധികൾക്കെതിരെയുള്ള 2 കാര്യങ്ങളാണ് പോളിയോയും ഹെപ്പറ്റൈറ്റിസും. വാക്സിനേഷനെ കുറിച്ചുള്ളത് നല്ലതുപോലെ നിങ്ങളുടെ ടെസ്റ്റിൽ എഴുതിയിട്ടുണ്ടോ നിങ്ങളെ? ആ ബോക്സിനകത്ത് വാക്സിനേഷൻ ഓരോ പ്രായത്തിനും കൊടുക്കേണ്ടത് നല്ലതുപോലെ പഠിച്ചിരിക്കണം. ഓരോ പ്രായത്തിനും ഓരോ വാക്സിനാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് 10 വയസ്സിന് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ 5ാം ക്ലാസ് ആയി, 10 വയസ്സിൻ്റെ വാക്സിൻ എടുക്കണം കേട്ടോ. അത് നിങ്ങൾ തിരക്കണേ. അതെ, വാട്ടർ ആൻഡ് ലൈഫ്, ജലം നിത്യത. വാട്ട് ഡു വി യൂസ് റിവർ വാട്ടർ ഫോർ? പുഴവെള്ളം നാം എന്തിനെല്ലാം ഉപയോഗിക്കുന്നു? വി ആർ യൂസിങ് വാട്ടർ ഫോർ ടേക്കിംഗ് ബാത്ത്, വാഷിംഗ് ക്ലോത്ത്, ഫോർ അഗ്രികൾച്ചർ, യൂസ് ഫോർ ആനിമൽസ്, യൂസസ് ഫോർ ഡ്രിങ്കിങ് ആഫ്റ്റർ പ്യൂരിഫിക്കേഷൻ. കുളിക്കാന്, കൃഷിക്ക്, ശുദ്ധീകരിച്ച ശേഷം കുടിക്കാൻ, മറ്റു ജന്തുക്കൾക്ക് കുടിക്കാനും ഒക്കെ ജലം ഉപയോഗിക്കുന്നു. വാട്ട് ആർ ദ അതർ സോഴ്സസ് ഓഫ് വാട്ടർ യു ഡിപ്പെൻഡ് ഓൺ? വീട്ടിലേക്ക് വെള്ളം കിട്ടുന്ന എന്തെല്ലാം മാർഗ്ഗങ്ങളാണ് കേട്ടോ. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 5-6 എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ, അടുത്ത, ഫോർ പർപ്പസ് ഡു യു യൂസ് ദ വാട്ടർ മോസ്റ്റ്? നിങ്ങൾ ഏറ്റവും കൂടുതൽ ജലം ഉപയോഗിക്കുന്നത് എന്തെല്ലാം കാര്യത്തിനാണ്? അല്ലേ, കുളിമുറി കയറുമ്പോഴൊക്കെ അല്ലേ? വാഷിംഗ് ക്ലോത്ത്, സാനിറ്റൈസർ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജലം അടങ്ങിയിരിക്കുന്നത് ബ്ലഡിലാണ്. ഏറ്റവും കുറവ് നമ്മുടെ അസ്ഥിയിലുമാണ്. വിച്ച് ആർ ദ ഓർഗൻസ് ഓഫ് ദ ബോഡി ദാറ്റ് ഹാവ് ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ? ഒരുപോലെ അടങ്ങിയിരിക്കുന്നത് ഇതില്ല, ഹൃദയത്തിലും, അതായത് ഹേർട്ട് മസിൽസ്, ഹൃദയത്തിലും പേശികളിലുമാണ്. ഇനി ജലം, സസ്യങ്ങൾ, വാട്ടർ ആൻഡ് പ്ലാന്റ്സ്. ജലത്തിന് ആകൃതി ഉണ്ടോ? ജലം വെയിറ്റ് ഉള്ള സാധനങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും ഇല്ലാത്തവ വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്നു, ഇല്ലയോ? അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇത് നിങ്ങൾ അഥവാ സംശയമുള്ളവർ ഇത് എഴുതിയെടുക്കണേ നിങ്ങൾ കേട്ടോ. കാരണം ഇത്രയും നമ്മൾ പറയാൻ പറ്റത്തില്ല, നമ്മുടെ ലിങ്ക് ഓൾറെഡി ഇട്ടിട്ടുള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയാൽ അടുത്ത്, വാട്ട് ഓഫൻ യൂട്ടിലൈസ് ദ എബിലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ടു ഫ്ലോട്ട് ഇൻ വാട്ടർ? വെള്ളത്തിൽ വസ്തുക്കൾ പൊങ്ങിക്കിടക്കുന്നതിന് കഴിവുണ്ട്. അത് നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു? അത് ഇമ്പോർട്ടൻ്റ് അല്ല. കപ്പൽ യാത്ര, ചങ്ങാടത്തിലെ യാത്ര, മത്സ്യബന്ധനത്തിന് പോകുന്നതും ഒക്കെ അതിന് എക്സാമ്പിളാണ് കേട്ടോ. സൊല്യൂട്ട്, സോൾവെൻറ്റും ഒക്കെ നമ്മൾ പറഞ്ഞു. ഒരു വെള്ളത്തിലോട്ട് നമ്മൾ ഏത് വസ്തുവാണോ ഇട്ട് കൊടുക്കുന്നത്, ആ ഇട്ട് കൊടുക്കുന്നതിനെയാണ് സൊല്യൂട്ട്. ആ വെള്ളത്തിലോട്ടല്ലേ നമ്മൾ ഇട്ട് കൊടുത്തത്, അതായത് ആ ഇട്ട് കൊടുത്ത ഏതിലാണോ ഇട്ടത് അത് സോൾവെൻറ്റും, രണ്ടും കൂടെ കൂടി ചേർന്നാൽ അത് സൊല്യൂഷനും കേട്ടോ. ഇത് കണ്ടോ, കാണുന്നുണ്ടോ നിങ്ങളെ? ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ കേട്ടോ. ഇത് കാരണം അത്രയും ഞാൻ ഒന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അടുത്ത, ഡു ഗ്യാസ് ഡിസോൾവ് ഇൻ വാട്ടർ? വാതകങ്ങൾ ജലത്തിൽ ലയിക്കുമോ? യെസ്, ഗ്യാസ് ആൾസോ ഡിസോൾവ് ഇൻ വാട്ടർ. ജലത്തിൽ ലയിക്കുന്ന വാതകങ്ങളോ? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, അമോണിയ, ഇതെല്ലാം ജലിക്കുന്നതാണ്.
ഇതെല്ലാം നമ്മൾ എടുത്ത് വായിക്കണോ നിങ്ങൾ. അടുത്ത ജലത്തെ സാർവികലായകമെന്ന് പറയാം. നിരവധി വസ്തുക്കളെ ജലത്തിൽ ലയിപ്പിക്കാൻ കഴിയും. അതിനാലാണ് ജലത്തെ ഒരുപാട് വസ്തുക്കളെ നമ്മുടെ ജലത്തിനകത്ത് ലയിപ്പിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ജലം ഒരു സാർവികലായകം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ മറ്റേതിൽ മലയാളം എഴുതിയിട്ടില്ലായിരുന്നു, നിങ്ങളത് എഴുതിയെടുക്കണം നിങ്ങൾ. അടുത്തത് ജലത്തിൻ്റെ ലായക ശേഷി പ്രയോജനപ്പെടുത്തുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ. റൈറ്റ് മോർ എക്സാമ്പിൾസ് ദാറ്റ് ടേക്ക് അഡ്വാൻറ്റേജ് ടു വാഷ് ക്ലോത്ത്. ഓക്കെ, അത് ഐസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വെള്ളം തണുപ്പിച്ചാൽ ഐസ് ആകുന്നു. വൺ വാട്ടർ കൂൾസ് ബിലോ ഫ്രീസിംഗ് പോയിന്റ് 0.0°C ഇറ്റ് ടേൺസ് ഇൻ ടു ഐസ്. എന്തെല്ലാം ഉപയോഗങ്ങൾക്കാണ് നമ്മൾ ഐസ് ഉപയോഗിക്കുന്നത്? For preserving food substance, to reduce the pain of injuries, to make ice creams and cool drinks. What is the soil ഫോം ഓഫ് വാട്ടർ ഐസ്? വെള്ളത്തിൻ്റെ ഖരാവസ്ഥ എന്താണ്? വെള്ളത്തിൻ്റെ ഖരം ഞാൻ പറയില്ലേ, വെള്ളം 3 അവസ്ഥയാണ്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഖരം, ദ്രാവകം, വാതകം. അത് അറിയണേ. വാട്ട് ഈസ് വേപ്പറൈസർ നമ്മൾ എടുത്തതാ. വാട്ട് ഈസ് ദ മെയിൻ വാട്ടർ ബോഡീസ്? ഇത് അറിയാൻ വയ്യാത്തവർക്ക് ഇത് ഒന്നും കൂടെ ഞാൻ തന്നതേ ഉള്ളൂ നിങ്ങളെ, കാരണം ഇതുവരെ ലിങ്ക് കാണാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. സോഴ്സസ് ഓഫ് വാട്ടർ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വാട്ട് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വാട്ടർ സ്റ്റോറേജ്? മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, റെയിൻ വാട്ടർ സ്റ്റോറേജ്, ചെക്ക് ഡാം, സ്റ്റോൺ വാൾസ്, വെൽ റീചാർജിങ്. കേട്ടോ, മുമ്പ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ തന്നില്ലേ, അതിനകത്തുള്ള ഒരു ചോദ്യമാണിത് കേട്ടോ. അപ്പോൾ അതും ഓക്കെ. അപ്പോൾ ഇന്ന് 4 പാഠം ഞാൻ പിന്നീടാവും നിങ്ങളെ. അപ്പോൾ ഇപ്പോൾ 3 ചാപ്റ്ററിൻ്റെ നോട്ടുണ്ട്. വൃത്തിയായിട്ട് ഇതിരുന്ന് പഠിക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ. കമൻറ്റ് ഒന്നും ആരും ഇടുന്നില്ല കേട്ടോ. കമൻറ്റ് ഇടണേ. കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ഇടുക കേട്ടോ. ഓക്കെ, മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു.